ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം അതിൻ്റെ 31 മുതലൊന്ന് വായിക്കാം. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ്. നമ്മൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചുള്ളൂ, കർത്താവ് യോസേഫ്, നമുക്കെല്ലാവർക്കും ഭയങ്കര ഡൗട്ടുള്ളൊരു കാര്യമാണ്. കാരണം യോസേഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി, 12 ഗോത്രങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി, അപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി, വലിയ ദൂത് കേട്ട വ്യക്തിയാണ് യോസേഫ്. യോസേഫ് മുഖാന്തരമാണ് ഇസ്രായേൽ ജനം ആ 70 പേരും അനുഗ്രഹിക്കപ്പെടാനിടയായത്. യോസേഫിനെയാണ് ഈ 12 ഗോത്രങ്ങളിലുള്ള എല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്തുവാനും ക്ഷാമകാലത്ത് പോറ്റാനും പുലർത്താനും വേണ്ടി യോസേഫിനെയാണ് ദൈവം എന്ത് ചെയ്തത്? എഴുന്നേൽപ്പിച്ച് ഇവർക്ക് വരാൻ പോകുന്ന ക്ഷാമകാലത്ത് ഇവർക്ക് പ്രൊട്ടക്ഷനായി മാറുവാൻ, ഇവരെ പോറ്റുന്നവനായി മാറാൻ വേണ്ടി താൻ കിണറ്റിലൊക്കെ കടന്നു ഒരുപാട് അനുഭവങ്ങൾ കഷ്ടതയിലൂടെയാണെങ്കിലും മിസ്രൈം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഒരു രാജ്യത്തിൻ്റെ രണ്ടാമനാക്കി ദൈവം മാറ്റി അനുഗ്രഹിച്ച് ആ യോസേഫിനെ ദൈവം പറയുന്നൊരു പേരാണ് പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. ആ യോസേഫ് അല്ലേ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത്? യോസേഫിൽ നിന്ന് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആകാനാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചത്. ആ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ക്രിസ്തു ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ യോസേഫിൻ്റെ കുലത്തിലൂടെ, ആ വംശത്തിലൂടെ, അതിലൂടെ ആയിരിക്കണം ഈ ക്രിസ്തു ജനിക്കുന്നത് എന്ന് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിച്ചു കാണും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്ന യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് യോസേഫിൽ നിന്നും ആ ഒരു വംശാവലി വെളിപ്പെട്ടില്ല? പ്രൈസ് ദി ലോർഡ്. യോസേഫിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തില്ല? നമ്മൾ നോക്കുമ്പോൾ യോസേഫിനെ രൂബേനും അതുപോലെ തന്നെ ഈ യഹൂദ ഇവരെല്ലാം കൂടെ ചേർന്നാണ് യോസേഫിനെ കിണറ്റിൽ വരെ എടുത്തത്. സ്വന്തം സഹോദരനെ കിണറ്റിൽ പോലും വലിച്ചെറിഞ്ഞ ഒരു യഹൂദ, ആ ഗോത്രത്തിന് പിന്നെ ആ വ്യക്തിയുടെ കുലത്തിൽ നിന്നും ക്രിസ്തു വെളിപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും, എനിക്ക് ബോധിച്ചവനെ, എനിക്ക് പരമ അധികാരമുണ്ട്. ദൈവം പറയും, ഞാൻ പരമ അധികാരിയാണ്, എനിക്ക് ബോധിച്ചവനെ ഞാൻ അനുഗ്രഹിക്കും. അത് നല്ലൊരു ഉത്തരമാണ്. കാരണം ബിബ്ലിക്കലി അല്ലെങ്കിൽ തിയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് ആ ഒരു ഉത്തരം മതി. കാരണം ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട്. സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് തനിക്ക് ബോധിച്ചവനെ എടുത്ത് മാനിക്കാൻ, അനുഗ്രഹിക്കാൻ, ഉയർത്താൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് പേരെ ദൈവം ഒരു യോഗ്യതയില്ല, ക്രമം തെറ്റി ദൈവം ചിലരെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ക്രമം തെറ്റി ഒരു ക്രമം നോക്കുകയാണെങ്കിൽ ഒരിക്കലും മുന്നിൽ വരാൻ സാധിക്കാത്ത പലരും ക്രമം തെറ്റിച്ച് സ്വർഗത്തിലെ ദൈവം മുന്നിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവത്തിന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. തനിക്ക് ബോധിച്ചവനെ താൻ ദൈവം എന്ത് ചെയ്യും? എടുത്ത് അനുഗ്രഹിക്കും. പക്ഷെ അതല്ല കാര്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതല്ല അതിൻ്റെ വിഷയം. അതിനും അപ്പുറമായി ഈ യഹൂദ എന്ന് പറയുന്ന വ്യക്തിയെ ആ കുടുംബത്തിൽ, ആ കുലത്തിൽ നിന്നും ഈ 12 പേരിൽ ഏറ്റവും വലിയൊരു ജാതിയാക്കി, യഹൂദ ഗോത്രമാക്കി, ആ ഗോത്രത്തിൽ നിന്ന് ക്രിസ്തു പിറക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ചിലരൊക്കെ വില കൊടുത്തിട്ടുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് കർത്താവ് നമ്മളോട് പറയുന്ന ദൈവിക ആലോചന എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ തൊടാൻ പോവുകയാണ്. റിജക്റ്റ് ചെയ്ത ചില വ്യക്തികൾ, മനുഷ്യരാലും പല സാഹചര്യങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, റിജക്റ്റ് ചെയ്യപ്പെട്ട ചില വ്യക്തികൾ ഇതിനകത്തിരിക്കുകയാണെങ്കിൽ ആത്മാവ് പറയുന്നു, നിന്നിലൂടെ ദൈവം ചില വിശിഷ്ടമായ കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തില് അസാധാരണമായ ചില തെരഞ്ഞെടുപ്പുകൾ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം ചിലതിനെ തിരഞ്ഞെടുക്കാൻ പോവുക. ഹല്ലേലൂയ ജീസസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വചനം വായിച്ചത്. യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി
തൻ്റെ അപ്പനെ വഞ്ചിച്ച് അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ ചീറ്റ് ചെയ്ത് ഇറങ്ങിത്തിരിച്ചപ്പോൾ യാക്കോബിനേക്കാളും ചീറ്റിങ്ങിൽ ഡിഗ്രികളും PhD എടുത്ത ഒരാളിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് ഒരു വളരെ സാധാരണ ചീറ്ററാണ്. പക്ഷേ യാക്കോബ്, അതാണ് ദൈവത്തിൻ്റെ പരിപാടി, ദൈവത്തിൻ്റെ പ്ലാനും പൊത്തെ അടുത്തിരിക്കുന്നത് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ആരെയും ചീറ്റ് ചെയ്യരുത്, ആരെയും വഞ്ചിക്കരുത്. നീ ആൾക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ സ്വയം ചിന്തിക്കും, ഞാനൊരു പ്രാഗൽഭ്യമുള്ളവനാണ്, ഈ വിഷയത്തിൽ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷെ നിന്നേക്കാളും PhD ഉള്ളവനെ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചു. നീ ഒരാളിനെ പറ്റിച്ചാൽ നിന്നെ പറ്റിക്കാൻ 100 പേര് കാണും. നീ ആ ഒരാളിനെ വഞ്ചിച്ചാൽ നിനക്ക് വേണ്ടി മാത്രം ഒരു നിര തന്നെ ദൈവം ഒരുക്കി വെച്ചിരിക്കും. അപ്പോൾ യാക്കോബ് അമ്മയുടെ സാന്നിധ്യവും പിടിച്ചു നടന്ന ഒരു വ്യക്തിയാണ്. യാക്കോബിന്റെ ജ്യേഷ്ഠൻ ഒരു പരാക്രമശാലിയാണ്. അമ്പും വില്ലും വാളും കൊടുവാളും എല്ലാം കൊണ്ട് നടന്നവനാണ്. ഇതിൽ 2 പേരിൽ അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂത്തവനെയാണ്. കാരണം നല്ല വേട്ട ഇറച്ചി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, നല്ല വേട്ട ഇറച്ചി. പക്ഷെ പ്രവാചകനാണ് ഇസഹാക്ക് എന്ന് പറയുന്ന അബ്രഹാമിനെക്കാളും വിശ്വാസവീരനായ ഇസഹാക്ക് ഒരു പ്രവാചകനും കൂടിയാണ്. ആ പ്രവാചകൻ ഒരിക്കലും വേട്ടയിറച്ചി നിന്ന് രുചി പിടിച്ച് അനുഗ്രഹിക്കാനുള്ളവനല്ല. ഹല്ലേലൂയ. ആ ആഹാരം അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുമ്പോൾ നല്ല രുചികരമായ ഫുഡ് കൊടുക്കുന്ന മകനെ അനുഗ്രഹിക്കാനുള്ളവനല്ല, ദൈവം പറയുന്നവനെ അനുഗ്രഹിക്കാനുള്ളവനാണ് ആ പ്രവാചകൻ. ഹല്ലേലൂയ. അപ്പോൾ ഓൾറെഡി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ഈ മാതാവിന്റെ ഗർഭപാത്രത്തിനകത്ത് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. തിക്കും തിരക്കും അനുഭവിച്ചപ്പോൾ തന്നെ ഒരു പ്രവാചകൻ മുഖാന്തരം ഈ മാതാവിന് റിബേക്കയ്ക്ക് ഒരു ദൂതുണ്ട്, 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അതിൽ ഇളയവൻ അല്ലെ മൂത്തവൻ ഇളയവനെ സേവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഒരു ദൂതുള്ളതാണ്. അത് കേട്ട മാതാവ് ജനിച്ച 2 പിള്ളേരെയും താരതമ്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂടുതൽ യാക്കോബിന്, ഇളയ മകന് കൂടുതൽ സ്നേഹം കൊടുക്കുന്നു, കൂടുതൽ കരുതൽ കൊടുക്കുന്നു. മൂത്തവനെ അപ്പൻ കൂടുതൽ കരുതൽ കൊടുക്കുന്നു. അങ്ങനെ ഒരു ഫാമിലി. ആ ഫാമിലിക്കകത്ത് നിന്ന് വാഗ്ദത്തത്തിന്റെ ആ സമയമാകുന്നതിന് മുമ്പ് അപ്പൻ ഒരു ദിവസം ആ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്നാൽ ഇന്ന് എൻ്റെ മരണം അടുക്കാറായിരിക്കുന്നു. ആ പുള്ളി മരിക്കാറൊന്നും ആയില്ല, പുള്ളിക്ക് വേട്ടയിറച്ചി തിന്നാനുള്ള സമയം കാരണം മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു, അതിനു മുമ്പ് നീ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുതാ, ഞാൻ തിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് ഒളിച്ചു നിന്ന് ആര് കേട്ടു? അതത്ര ശരിയായ കാര്യമല്ല. ഹാലലൂയ. അടുത്ത് പറഞ്ഞിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അറിയാനും കേൾക്കാനും ഒളിച്ചു നിന്നുള്ള കേപ്പ്, അത് അത്ര ശരിയായൊരു കാര്യമല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കുക. ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചെവി കൊണ്ടൊന്ന് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് തലയിട്ട് നോക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷകൾ, ഇത് അത്ര ശരിയായൊരു സംഭവം. അത് കൂടുതലും ഈ മലയാളികൾക്ക് ഈ ഇന്ത്യൻ കൾച്ചറിനകത്തുള്ള സംഭവമാണ്. മറ്റേ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരൊന്നും അത് സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് ടൈമില്ല, പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. അത് നമ്മുടെ കൾച്ചർ പോലെ, ഓരോരുത്തരുടെ കൾച്ചറാണ് മറ്റുള്ളവരുടെ കാര്യം അറിയുക, അതിനുള്ള താല്പര്യം, അത് പറയുക, അതിനെക്കുറിച്ച് രസിക്കുക. നമുക്ക് ദൈവമക്കളാകുന്ന നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ദൈവം തന്നിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ കാര്യം അറിയാനും ചോദിക്കാനും അറിയാനും അല്ല, ദൈവകാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഈ ഇസഹാക്ക് മൂത്ത മകനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഭാര്യ ചെന്ന് കാത് കോർപ്പിച്ച് അപ്പൻ എന്താണ് പറയുന്നത് കേട്ട് ഇങ്ങനെ നിന്ന് ഓടി വന്ന ഇളയ മകൻ്റെ കൂടെ പറഞ്ഞു, അപ്പൻ ഇതുപോലെ പറയുന്നു, മൂത്ത മകന്റെ ആ വേട്ടയിറച്ചി വാങ്ങിച്ചു തിന്നിട്ട് അവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് അമ്മ പാചകം ചെയ്ത് തരാം, പ്രൈസ് ദി ലോർഡ്, നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. നീ ആ ജ്യേഷ്ഠൻ വേട്ടയ്ക്ക് പോകുമ്പോൾ അവന്റെ ഡ്രസ്സും എടുത്തിട്ട് ഈ ഫുഡ് നീ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ അപ്പനെ പറ്റിക്കണം. അതിനാരാണ് കൂട്ടുനിന്നത്? അതത്ര ശരിയായ കാര്യമാണോ? അമ്മ മാത്രമല്ല, ആ വ്യക്തിയുടെ ഭാര്യ കൂടിയാണ്. ഒരു പ്രവാചകന്റെ ഭാര്യ, പറഞ്ഞാട്ടെ, ഒരു പ്രവാചകന്റെ ഭാര്യ. അവരൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. പക്ഷേ ആദ്യം അമ്മയേക്കാൾ വലിയ സ്ഥാനമാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിനുള്ളത്. തൻ്റെ സ്വന്തം ഭർത്താവിനെ ഈ സ്ത്രീ വഞ്ചിക്കുകയാണ്. അത് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയും ഒരു നാളും എഴുന്നേറ്റം പിടിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകല് നിങ്ങൾ ഓർക്കുക, വഞ്ചന എന്ന പരിപാടി അങ്ങ് നിർത്തിക്കളയണം. ഹല്ലേലൂയ.
ആ ഭർത്താവിനെ വഞ്ചിക്കുന്നു. മകനെ മുമ്പിൽ നിർത്തി നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നേരെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഫുഡെല്ലാം കിട്ടിയപ്പോൾ അപ്പന് ഭയങ്കര സന്തോഷം. മൂത്ത മകനെ ഫ്രണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ യാക്കോബ് ആ ഡ്രസ്സൊക്കെ ഇട്ട് പ്രവാചകന്റെ ഫ്രണ്ട് ചെന്നു. പ്രവാചകൻ ഉടനെ പറഞ്ഞു, ഈ ശബ്ദം യാക്കോബിൻ്റെതുപോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിന്നെ തൊട്ടു നോക്കിയപ്പോൾ ആരെ പോലെ ഇരിക്കുന്നു? യേശാവിനെ പോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണെങ്കിലും ഈ മകന് പറയായിരുന്നു, അമ്മ പറഞ്ഞയച്ചിട്ടാണ് എനിക്ക് ഈ വേഷം കെട്ടലൊക്കെ നടത്തേണ്ടി വന്നത്. എന്നെ ശപിക്കരുത്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഈ പുള്ളി അത് ചെയ്തതിന്. എന്നാലും തെറ്റിദ്ധരിപ്പിച്ച് ചീറ്റ് ചെയ്ത് വക്രബുദ്ധിയിലൂടെ വളഞ്ഞ ബുദ്ധിയിലൂടെ ഒരു അനുഗ്രഹത്തെ പ്രാപിക്കാനിടയായി. ഹല്ലേലൂയ. ആ അനുഗ്രഹവും കൊണ്ട് ഓട്ടം ഓടുകയാണ്. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം മൂത്തവൻ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓടാൻ തുടങ്ങിയതാണ് ആര്? യാക്കോബ്. പ്രൈസ്. പലരും ഇതുപോലെയാണ്. വഞ്ചകന്മാരും ചതിയന്മാരും ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ നമുക്കെന്ന് ഓടാനേ സമയം വരത്തുള്ളൂ. കറങ്ങി തിരിഞ്ഞ് ഓടി നമ്മൾ വശം കെട്ടുപോകും. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. നമ്മൾ ആരെയും പറ്റിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, ചതിക്കരുത്. അപ്പനെ അമ്മയെ എന്നും വഞ്ചിക്കരുത്, ചതിക്കരുത്. അപ്പൻ്റെ അമ്മയുടെയും അനുഗ്രഹമില്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിന് പെട്ടെന്ന് ചാടിക്കയറി ലവ് അഫെയറിലൊക്കെ പെട്ട് വിവാഹം കഴിച്ച പലരെ എനിക്കറിയാം. അവരെല്ലാം ലൈഫ് ലോങ് കറങ്ങി തിരിഞ്ഞ് അവർ താർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു ശാപമാണ്. ഒരിക്കലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ മാനുഷികമായ അപ്പനെ അമ്മയും വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ദുഃഖിപ്പിച്ചിട്ട് മൂത്ത സഹോദരങ്ങളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മൾ ഒരു നന്മയും നേടിയെടുക്കാൻ ശ്രമിക്കരുത്. ദൈവമക്കളായ നമുക്കത് നല്ലതല്ല. ഹല്ലേലൂയ. ഈ യാക്കോബ് അങ്ങനെ ഓട്ടം തുടങ്ങിയ ഈ ഓടി വന്ന് നേരെ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുക. ലൂസ് അവിടെ വന്ന് കിടന്നപ്പോൾ വചനം പറയുന്നത് സൂര്യൻ അസ്തമിച്ചു. പറഞ്ഞാട്ടെ, സൂര്യൻ അസ്തമിച്ചു. ഹല്ലേലൂയ. ഈ ലോകവുമായി ബന്ധപ്പെട്ട് സൂര്യന്റെ കീഴിൽ ജീവിക്കുന്ന ആ യാക്കോബിന്റെ ലൈഫിലെ അന്ന് അവിടെ കിടന്നപ്പോൾ ഈ ലോകത്തിന്റെ അണ്ടറിൽ ജീവിക്കുന്ന അവസ്ഥ അങ്ങ് മാറിയിട്ട് ആ സൂര്യൻ അസ്തമിച്ച സമയത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച ചതിയനായ യാക്കോബാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് യാക്കോബിനെ ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ മറ്റൊരു സൂര്യൻ അവിടെ അന്ന് രാത്രി ഉദിച്ചു. തന്നെ തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വിളിച്ച് വേർതിരിച്ച ആ ദൈവം അവന്റെ ജീവിതത്തിലെ സൂര്യൻ അസ്തമിച്ചപ്പോൾ അന്ന് രാത്രി സ്വർഗീയ സൂര്യൻ അവിടെ ഉദിക്കുകയാണ്. തന്നോട് അവിടെ സംസാരിക്കുകയാണ്. ബെഥേൽ എന്ന് പറയുന്ന പേരിട്ട് ആ സ്ഥലത്തെ യാക്കോബിനൊരു പേരിട്ടു, ബെഥേൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭവനം, ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിന്റെ ഒരു ഭവനം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് അന്ന് മുതൽ ഒരു എൻകൗണ്ടർ ഉണ്ടായത്, യാക്കോബിന്റെ ലൈഫിൽ എൻകൗണ്ടർ ഉണ്ടായത് അവിടെ വെച്ചാണ്. ഹല്ലേലൂയ. അവിടെ നിന്നാണ് തന്റെ ലൈഫിൽ ഒരു യാത്ര. എന്നാണോ നീ ദൈവമായിട്ടുള്ളൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായത്, നിന്റെ ലൈഫ് ലോങ് നീ അത് മറക്കത്തില്ല. മരണം വരെയും അത് നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കും. അത് നിന്നെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നോ എപ്പോഴോ എവിടെയോ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെമായിട്ടൊരു എൻകൗണ്ടർ സംഭവിച്ചു. ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവശബ്ദം നമ്മൾ കേട്ടു. ദൈവത്തെ നമ്മൾ മുഖാമുഖമായി കണ്ടു. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു. അത് പറയാൻ നിനക്കുണ്ട്. എന്നോ എവിടെയോ വെച്ച് സ്വർഗീയ ദൈവമായിട്ട് നിന്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചിട്ടുണ്ട്. ആ എൻകൗണ്ടറാണ് നമ്മളെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് യാക്കോബ് പറഞ്ഞു, ഇവിടെ മഹാഭയങ്കര സ്ഥലം, ഇത് ഭയങ്കരമായ സ്ഥലമാണ്, ഇത് സ്വർഗം തുറക്കപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ഞാൻ ദൈവത്തെ ആരാധിക്കും, ഇത് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ മടക്കി ഈ ദേശത്ത് വരുത്തും. നീ ഇവിടെ നിന്നാണ് അനുഗ്രഹിക്കപ്പെട്ട അതേ ദേശത്ത് ഞാൻ നിന്നെ മാനിക്കും. കർത്താവ് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൂത് പറയുകയാണ്, നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, നീ അപമാനിക്കപ്പെട്ട സ്ഥലത്ത്, നീ പരിഹസിക്കപ്പെട്ട സ്ഥലത്ത്, നീ തള്ളപ്പെട്ട സ്ഥലത്ത്, നീ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത്, നിന്നെ മുറിവേൽപ്പിച്ച സ്ഥലത്ത് നിന്നെയും നിന്റെ തലമുറകളെയും മടക്കിക്കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം കൊണ്ട് സ്വർഗം ചിലരെ അതിനായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
സ്തോത്രം. ആ യാക്കോബിന്റെ ലൈഫിലാണ് താന് നേരെ ചെന്ന് പെട്ടത്. തൻ്റെ അതേ കുലത്തിൽപ്പെട്ട ലാബാന്റെ ഭവനത്തിൽ ചെന്ന് പെട്ടു. വെളിമേ കാണാൻ വളരെ സൗമ്യനാണ്. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മരുമോനെ ഓടിവാടാന്ന് പറഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അകത്ത് കയറ്റിയപ്പോൾ യാക്കോബ് വിചാരിച്ചില്ല, വെളിമേ കാണുന്നത് പോലെയല്ല, അകം മുഴുവനും കറുപ്പാണ്, ചതിയനാണ്, വഞ്ചകനാണ്. തന്നെക്കാളും വലിയൊരു ചതിയന്റെ കുടുംബത്തിനകത്താണ് കയറിയത്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ, അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ റാഹേലിനെ കണ്ടു, വരുന്ന വഴിയിൽ ഞാൻ റാഹേലിനെ കണ്ടു. ആ റാഹേലിനെ കണ്ടതോടുകൂടി ബെഥേലിൽ വെച്ച് കണ്ട ദൈവമായിട്ടുള്ള ബന്ധവും ഞാൻ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമായിട്ട് ഒരു ബന്ധം എനിക്കില്ല. അന്ന് പറഞ്ഞ അന്യഭാഷ എന്നെ പിന്നെ ഇതുവരെ റാഹേലിനെ കണ്ടതിന് ശേഷം പിന്നെ അന്യഭാഷയിൽ നിന്ന്, കയ്യടിയിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് പിന്നെ റാഹേലിനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക. ചില ആൾക്കാരങ്ങനെയാ, ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഭയങ്കര ഫയറായി അങ്ങനെ നടക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു റാഹേലിനെ അങ്ങ് കാണും. റാഹേലും അങ്ങനെയാ. ഹല്ലേലൂയ. വെള്ളം കോരക്കും മറ്റ് പല രീതികളും മറ്റൊക്കെ ഇന്ന് നടക്കുകയായിരിക്കും. പക്ഷേ യാക്കോബിനെ കണ്ടതോടുകൂടി പിന്നെ ഏത് ദൈവം, ഏത് പാസ്റ്റർ, ഏത് ആരാധന, ഏത് മീറ്റിങ്, ഏത് ഫാസ്റ്റിങ്, പവർ എന്ത് പവർ! പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എത്രയോ ഞാൻ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരുടെ ലൈഫിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ആത്മീകത നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ലോകത്തിൽ ഭൗതികത്തിൻ്റെതായ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾ കറങ്ങി 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 തിരിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു മുട്ടുകുത്തേണ്ട അവസ്ഥ ഉണ്ടാകും. യാക്കോബിന്റെ ലൈഫിൽ അതാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. കണ്ടു, ഭയങ്കര വെളിപ്പാട് കണ്ടു. പറഞ്ഞത് എന്താണ്? ബെഥേലിൽ വെച്ച് യാക്കോബ് പറഞ്ഞു, ഇത് മഹാഭയങ്കര സ്ഥലം. ആത്മാവിൽ അങ്ങ് നിറഞ്ഞു യാക്കോബ്. ഭയങ്കര പ്രവചനം പറയുകയാണ്. ഒരുപാട് ദൂതുകൾ ദൈവം തനിക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഫയറായി ആത്മശക്തി പ്രാപിച്ച് ഞാൻ മടങ്ങി വരും. പ്രൈസ്. പോകുന്ന വഴിക്കാണ് ഒരു കിണർ കണ്ടു. കിണറിന്റെ മുമ്പിൽ കുറച്ച് പെൺകുട്ടികളൊക്കെ നിൽക്കുന്നു. കണ്ടു. ഓടിച്ചെന്നപ്പോൾ സുന്ദരിയായ ഒരു റാഹേല് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ സഹായിക്കണോ? വേറെ ആണുങ്ങൾ ആരെങ്കിലും അവിടെ വെള്ളം കോരി കൊണ്ട് നിന്നെങ്കിൽ യാക്കോബ് ആ ഏരിയ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷേ അവിടെ പെൺകുട്ടികളായതുകൊണ്ട് ചാടി ഓടിച്ചെന്ന എന്ത് വേണമെങ്കിലും. അപ്പോൾ ഇന്നത്തെ പയ്യന്മാരുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലൊരു ഇതുണ്ട്, നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ട്, ഈ പയ്യന്മാർ സെറ്റെല്ലാം ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അവർ ജിമ്മിൽ പോകുന്നത് കൈയും കാലും ബോഡിയൊന്നും അടിക്കത്തില്ല, ചെണ്ടക്കോല് പോലത്തെ കാലായിരിക്കും, ഇതൊന്നും കാണും. പക്ഷെ കൈ മാത്രം മസിൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കും. അത് ഉരുട്ടി വെച്ചിട്ട് ഈ ബനിയനോ ടീഷർട്ടൊക്കെ ഇത്ര ഇടും, കാരണം അവരുടെ മസിലൊക്കെ ഒന്ന് കാണിച്ച്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് യാക്കോബും ചെന്ന് മസിലൊക്കെ ഒന്ന് കാണിച്ച് പെരുകി, ഞാൻ റെഡിയാക്കി തരാം, എത്ര തൊട്ടി വേണം വെള്ളം ഞാൻ കോരാ. പ്രൈസ് ദി ലോർഡ്. കാരണം അവനെ ഈ പെരുപ്പിച്ച് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? പുള്ളി അങ്ങ് വെള്ളം കോരി. ആ കോരക്കമാണ് അവൻ്റെ ജീവിതം. 20 വർഷം കോരി. അവൻ വിചാരിച്ചു ഈ പെണ്ണിനെ കണ്ട് കിട്ടി, ഇതോടുകൂടി ഞാൻ വിടുതലായി. പക്ഷെ അവൻ്റെ ലൈഫിൽ 20 വർഷം പിന്നെ എന്താണ്? വെള്ളം കോരുക. ഇപ്പൊ റാഹേലിന് മാത്രമല്ല, 12 പിള്ളേർക്കും കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആടിനും മാടിനും ലാബാനും മരുമോനും അളിയനും മച്ചമ്പിക്കും എല്ലാം വെള്ളം കോരിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കോരടാ കോര്. ഹല്ലേലൂയ. നിന്നോട് ആരെങ്കിലും പറഞ്ഞ ഈ വന്ന് പോണ വഴി കണ്ട് ഈ റാഹേലിനെ കണ്ട് തിരിഞ്ഞു നിൽക്കാൻ, നീ എന്ന് റാഹേലിനെ കണ്ട് തിരിഞ്ഞോ അന്ന് മുതൽ നിന്റെ വെള്ളം കോരൊക്കെ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൈവഹിതമില്ലാത്തത് ആരും നീ തിരിഞ്ഞു നോക്കരുത്. ദൈവത്തിന്റെ പ്ലാനും പദ്ധതി ഇല്ലാത്തതിന്റെ പുറകെ നീ പോകരുത്. എന്നാൽ നിന്റെ 10-20 വർഷക്കാലം നിന്റേത് പോക്കാണ്. അത് കറങ്ങാനുള്ള വിളിയാണ്. ഹല്ലേലൂയ. പല വിളിയുണ്ട്, ചിലത് കറങ്ങാനുള്ള വിളിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ യാക്കോബ് ഇതെല്ലാം കഴിഞ്ഞ് നേരെ പോയി പിന്നെ ആ ലാബനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് റാഹേലിനെ ഇഷ്ടപ്പെട്ടു, കെട്ടിച്ചു തരണം. മരുമോനെ 7 വർഷം യാക്കോബിനെ ലാബാനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവനെ ഈ പെൺകുട്ടിയെ കണ്ടതോടുകൂടി കഞ്ചാവ് അടിച്ചതുപോലെ കറങ്ങി നിൽക്കുക. ഇവനെ നന്നായിട്ട് യൂസ് ചെയ്യണം. യവൻ്റെ ഈ നീര് മുഴുവൻ വറ്റിച്ചെടുക്കണം. യവൻ്റെ ബലൂണ് പോലത്തെ ഇതെല്ലാം റെഡിയാക്കി യവനെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചു. നീ വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. റാഹേലിനെ കെട്ടിച്ചേരാൻ പെട്ടെന്നായിരുന്നു കല്യാണം. പെട്ടെന്ന് കെട്ടിച്ചു. കല്യാണം കഴിഞ്ഞു അന്ന് രാത്രിയല്ല, ഈ പെട്ടെന്ന് ഇതൊക്കെ ഇതല്ലേ ഈ കല്യാണത്തിന് മുമ്പ്
എന്താണ് എല്ലാവർക്കും എന്താണ് ഭയങ്കര ഒരു ആവേശമല്ലേ, ഭയങ്കര എങ്ങനെയും കെട്ടണം. കല്യാണം വിളിക്കുന്നു, പിന്നെ ഫോട്ടോ എടുപ്പ്. ഇപ്പോഴത്തെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി ബോധം കെട്ടുപോകും. സൽമാൻ ഖാനും ഐശ്വര്യ റായ് ഹിന്ദി ബോളിവുഡ് പോലത്തെ സംഭവമാണ്. പ്രൈസരോ, അതെല്ലാം ഭയങ്കര ആവേശം കയറി ഈ പുള്ളിക്ക്. ഈ പിന്നെ കല്യാണത്തിന് തൊട്ടടുത്ത് വെച്ചല്ലേ കല്യാണം കൈപിടിച്ചു കൊടുത്തപ്പോഴൊന്നും ജസ്റ്റ് ഇടയ്ക്കെങ്കിലും ഒന്ന് ഇത് ഞാൻ സ്നേഹിച്ച റാഹേലാണോ എന്ന് നോക്കാൻ ഈ പുള്ളിക്ക് സമയം കിട്ടിയില്ല. ഇവൻ കഞ്ചാവ് അടിച്ചു, ലഹരി പിടിച്ചു പോയി, ആകപ്പാടെ ലെവൽ തെറ്റിയിരിക്കുകയാണ്. പക്ഷേ രാത്രി ഇതെല്ലാം പിന്നെ ഫസ്റ്റ് നൈറ്റ് എല്ലാം കഴിഞ്ഞു. രാവിലെ നോക്കിയപ്പോൾ കോഫിയും കൊണ്ട് ആര് നിൽക്കുന്നു? ലേയ. അപ്പോൾ ഈ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് ഇടനെഞ്ചിലൊരു പിടുത്ത്. അന്ന് ഹാർട്ട് അറ്റാക്കും ഇല്ല, അന്ന് BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. പക്ഷേ അന്ന് വേറെ ഏതോ പേരിട്ടായിരിക്കും, കൊള്ളിയാൻ മിന്നിയെന്നോ എന്തെങ്കിലും പേരായിരിക്കും ഇയാൾക്ക് പറഞ്ഞ്. എൻ്റെ നെഞ്ചിനകത്തൊരു കൊള്ളിയാൻ മിന്നി. പ്രൈസലോ. ഓടിച്ചെന്ന് ലാബാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ, നിങ്ങളെ ഞാൻ അടിച്ചു കൊല്ലും, എൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അമ്മാവനാണെന്ന് ഞാൻ നോക്കത്തില്ല, എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ നിൻ്റെ അപ്പനെയും ചീറ്റ് ചെയ്ത് നിൻ്റെ മൂത്ത സഹോദരനെയും ചീറ്റ് ചെയ്തിട്ടാണ് നീ വന്നത്. ഹല്ലേലൂയ. നിൻ്റെ അമ്മാവൻ നിന്നേക്കാളും വലിയ നമ്പറുള്ള ആളാണ്. അതുകൊണ്ട് നീ ഒരു 7 വർഷം കൂടെ ജോലി ചെയ്താൽ രണ്ടാമത്തെ ഉള്ളയും കൂടെ തരാം. അപ്പം മൊത്തം എത്രയായി? 14 വർഷം. ഒരു മരിച്ചിനി കമ്പില് ഒരു സാരി ചുറ്റി വെച്ചിരിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി 14 വർഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14 വർഷം അവൻ്റെ ഊപ്പാട് വന്നു. ഈ 7 വർഷത്തേത് ചെയ്ത ആദ്യത്തെ രണ്ടാമതും കൂടെ. അപ്പൊ പക്ഷെ ഇതില് യാക്കോബിന് പ്രൈസ് ദി ലോർഡ് മൂത്തവളെ അന്ന് രാത്രി കൊണ്ട് വെറുത്തുപോയി. ഇഷ്ടമല്ല, തന്നെ ചീറ്റ് ചെയ്തു, വഞ്ചിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതലേ ലേയ എന്ന് പറയുന്ന സ്ത്രീയെ, മൂത്ത ആ ഭാര്യയെ ഇഷ്ടമല്ല, വെറുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം വായിക്കുന്നത്. ലേയ അനിഷ്ട എന്ന് ആര് കണ്ടു? മനുഷ്യരാരും കണ്ടില്ല, പക്ഷേ ദൈവം കണ്ടു. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൂത്. ഹല്ലേലൂയ. നീ അനിഷ്ട എന്ന് നിന്റെ ജീവിതത്തിലെ ആ കയ്പിന്റെ വേദനയുടെ കിട്ടേണ്ട ഇടങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാതെ, മാന്യത കിട്ടാതെ, അംഗീകാരം കിട്ടാതെ, റെസ്പെക്റ്റ് കിട്ടാതെ ഇരിക്കുന്ന വ്യക്തികളാണ് നീ എങ്കിൽ, നീ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നീ എവിടെ പോയാലും എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ദൂത് പറയുകയാണ്. കർത്താവ് പറയാണ്, അസാധാരണമായ ചിലത്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി മാത്രം ദൈവം ചിലത് വെക്കാൻ പോവുകയാണ്. അസാധാരണമായ ഒരു വിളി നിനക്ക്. മനുഷ്യൻ നിന്നെ കണ്ടില്ലെങ്കിലും, നിന്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും, നിന്റെ കഷ്ടത കണ്ടില്ലെങ്കിലും, നിന്റെ വേദന കണ്ടില്ലെങ്കിലും, നിന്റെ ഒറ്റപ്പെടൽ കണ്ടില്ലെങ്കിലും, ലോകം നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്നെ അറിയുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ഓ ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, നിന്നെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, അടുത്തിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, നിന്നെ അറിയുന്ന ദൈവം. ഡോണ്ട് വറി. പറഞ്ഞാട്ടെ, ഡോണ്ട് വറി. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഒരു പ്രവചന ദൂത. നിന്റെ അടുത്തിരിക്കുന്ന പലരും വറിയായിരിക്കുക, പല വിഷയങ്ങളെ ഓർത്ത ഒരു ഭാരത്തില, തകർന്ന ഹൃദയത്തോടെ, വേദനയോടെ, അപമാന ഭാരത്തോടെ, തലകുലിച്ച് വേദനയോടെ റിജക്റ്റ് ചെയ്യപ്പെട്ടവരായിരിക്കുന്ന പലരും അവഗണിച്ച് തള്ളിക്കളഞ്ഞവരോട് ഇന്ന് പകലൊരു ദൂതായി നീ വിളിച്ചു പറയണം, ഞാൻ ദൈവം നിന്നെ അറിയുന്നു, മനുഷ്യൻ നിന്നെ അറിയുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, മനുഷ്യൻ അറിയുന്നില്ല. പറഞ്ഞാട്ടെ, മനുഷ്യൻ അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നു. കേട്ടോ എല്ലാവരും, കേട്ടോ, ദൈവം അറിയുന്നു. ഉണ്ണി, ദൈവം അറിയുക. ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടോ ബ്രദറെ, ദൈവം അറിയുകയാണ്. കർത്താവ് നിന്നെ കാണുന്നു, ദൈവം നിന്നെ കാണുന്നു. ഇതിനകത്ത് ദൈവാത്മാവിനോട് പറയാണ്, കർത്താവ് കാണുന്ന ചിലർ ഇതിനകത്തുണ്ട്. മനുഷ്യൻ കാണാതിരിക്കുമ്പോൾ ദൈവം എമർജൻസിയായി, കർത്താവിനോട് പറഞ്ഞു, എമർജൻസിയായി ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ എമർജൻസിയായി ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുള്ള ചിലരെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അതാണ് പറയുന്നത്, മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ ദൈവത്തിന്റെ കണ്ണിൽ നീ, നിനക്ക് ഇമ്പോർട്ടൻസ് ആയ ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. സന്തോഷമുള്ളവർ കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് മകൻ ആത്മനിറവിൽ നീ പറയണം,
യേശുവേ, മനുഷ്യനെ അറിയുന്നില്ല, മനുഷ്യനെ കാണുന്നില്ല, എന്നാൽ എന്റെ ദൈവം എന്നെ അറിയുകയാ. ഓ ജീസസ്, ഗ്ലോറിയസ് ലോർഡ്. മനുഷ്യൻ റിജക്ട് ചെയ്യപ്പെട്ട വ്യക്തികൾ, തള്ളപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, ഇന്ന് മുതൽ യേശു നിന്നെ ദൈവം അറിഞ്ഞു. ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്റെ കൂടെ ഉണ്ട്, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്റെ കണ്ണുനീര് കാണുന്നു, ദൈവം എന്റെ ദുഃഖം അറിയുന്നു, ദൈവം എന്റെ ഇല്ലായ്മകൾ അറിയുന്നു, ദൈവം എന്റെ കഷ്ടത അറിയുന്നു, ദൈവം എന്റെ വേദന അറിയുന്നു. ഓ ജീസസ്, ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. അതാണ് 400 വർഷം അടിമത്ത നുകത്തിൽ കടന്ന ഇസ്രായേൽ ജനം, അവരുടെ കണ്ണുനീരും നിലവിളിയും ഇതെല്ലാം കർത്താവിന്റെ വചനം 2-ാം അധ്യായം പറയുകയാണ്. ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ദൈവം അവരെ അറിഞ്ഞു, ദൈവം അവരുടെ നിലവിളി കേട്ടു, ദൈവം അവരെ കടാക്ഷിച്ചു, ദൈവം അവരിൽ പ്രസാദിച്ചു. കർത്താവ് ഈ 3 കാര്യം, ഒന്ന് ദൈവം കേട്ടു, പറഞ്ഞാട്ടെ ദൈവം കേട്ടു, പറഞ്ഞാട്ടെ ദൈവം കേട്ടു, അവരുടെ നിലവിളി ദൈവം കേട്ടു, ദൈവം അവരെ കടാക്ഷിച്ചു, അവരെ നോക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് സീസൺ. ഒരു ദൈവത്തിന്റെ ആ സീസൺ വരുമ്പോൾ, വാഗ്ദത്ത കാലം നമ്മുടെ ജീവിതത്തിലോട്ട് വെളിപ്പെടാൻ സമയമാകുമ്പോൾ, നമ്മുടെ ലൈഫിൽ കറക്റ്റ് നമ്മുടെ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഡെലിവറൻസിന്റെ സമയമാകുമ്പോൾ, ദൈവം ഏതൊരു കാര്യം അടച്ചാൽ അടച്ചതാ, ദൈവം തുറന്നാൽ തുറന്നതാ. ചിലരുടെ ഗർഭപാത്രത്തെ ദൈവം അടച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം തുറക്കും. ചിലരുടെ വിവാഹങ്ങളെ ദൈവം അടച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ദൈവം തുറക്കുന്ന സമയം പെട്ടെന്നായിരിക്കും. ഹല്ലേലൂയ. ചിലത് ദൈവം അടച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാ പറയുന്ന, അടഞ്ഞ ചിലതിനെ ദൈവം തുറക്കാൻ സമയമായി. അടഞ്ഞ ചില ഗർഭപാത്രങ്ങളെ, അടഞ്ഞ ചില വിവാഹങ്ങളെ, അടഞ്ഞ ചില ഭാവിയുടെ മേഖലകളെ ആത്മാവ് പറയുകയാണ്, ഇന്ന് പകൽ ദൈവം അത് തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അടഞ്ഞ വഴികൾ ഒരു മനുഷ്യനെ തുറക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ദൈവം തുറന്നാൽ, ദൈവത്തിന്റെ വാഗ്ദത്ത സമയം, വാഗ്ദത്ത കാലം, വാഗ്ദത്തത്തിന്റെ സീസൺ ആയപ്പോൾ ഇസ്രായേലിന്റെ കണ്ണുനീര് എന്റെ ദൈവം കണ്ടു. അവൻ ആ നിലവിളി കേട്ടു. ആ ദൈവം അവരുടെ കണ്ണുനീര് കണ്ടു. ദൈവിക കടാക്ഷം. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. 400 വർഷം കരഞ്ഞിട്ട് ദൈവം കേട്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? കഴിഞ്ഞ 400 വർഷമായിട്ട് കർത്താവെ കിടന്ന് നിലവിളിക്കുന്ന അപ്പോഴൊന്നും ദൈവം കേട്ടില്ലേ കണ്ണുനീര്? അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ തലമുറ 4-ാം തലമുറ വരെ എന്ത് ചെയ്യും? അടിമത്ത നുഖത്തിലായിരിക്കും. അപ്പോൾ ദൈവം അറിഞ്ഞിട്ടായി 400 സംവത്സരം അവർ കിടന്നത്. ദൈവം നേരത്തെ പറഞ്ഞ ദൂത എന്ത് ചെയ്തു? പിതാക്കന്മാർ കാണിച്ച അനുസരണക്കേട് തലമുറയ്ക്ക് ഒരു ശാപമായി മാറി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, ഒരു ശാപത്തിന്റെ പരിപാടിയും കാണിക്കരുത്. നിങ്ങൾ ഈ എല്ലാ പണികളും ഒപ്പിച്ചിട്ട് അങ്ങ് പോകും. പലപ്പോഴും അങ്ങനെയാ. പലപ്പോഴും അങ്ങനെയാണ്. എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത പണികളൊക്കെ ഒപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളങ്ങ് പോവും. അവസാനം കിടന്ന് അനുഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, അയ്യോ പാവം, നല്ലൊരു പയ്യൻ, നല്ല ഒരു സഹോദരി, നല്ലൊരു പെൺകുട്ടി, വിവാഹം നടക്കുന്നില്ല, തലമുറ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല. അയ്യോ ഭയങ്കര PhD വരെ എടുത്ത്, എത്രയോ ഡിഗ്രിയാ, ജോലി കിട്ടുന്നില്ല. നല്ലൊരു പയ്യൻ, ഒരു കുഴപ്പമില്ല, നല്ല ഒരു പയ്യൻ. പലപ്പോഴും നമ്മൾ പലരോടും നമുക്ക് ഒരു സഹതാപം തോന്നി. നമ്മുടെ അടുക്കൽ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത എത്രയോ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്രയോ നാൾ പ്രാർത്ഥിച്ചിട്ട് പോലും മറുപടി ദൈവം കൊടുക്കുന്നില്ല.
ദൈവം വലിയ മറുപടി. നമ്മൾ ഹോൾസെയിൽ വ്യാപാരിയല്ലല്ലോ മറുപടി എടുത്തു കൊടുക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നല്ല മനുഷ്യരവര്, നല്ല പെരുമാറ്റം, നല്ല സ്നേഹം, അവരുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാ. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ല, അവരനുഗ്രഹിക്കപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിനോട് ചോദിക്കും, എന്താ കാരണം? ഇവരെ പിതാക്കന്മാർ ചെയ്തു വെച്ച പണിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും അലറി വിളിക്കുന്നത്, ശാപത്തിന്റെ പരിപാടികളൊന്നും ഒപ്പിച്ച് വെക്കരുതേ. കാരണം നീ ഒപ്പിച്ച് വെക്കുന്നവര് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു മരിക്കും. അവരൊപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ശിക്ഷാവധി ഇല്ലാത്തത് കൊണ്ട്, കൃപായുഗം ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ഒരു ശിക്ഷാവധി ഇല്ല. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അവരെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം അവരങ്ങ് പോകും, അവരങ്ങ് ഭിത്തിയിലങ്ങ് തൂങ്ങും. ഇത് അടുത്ത തലമുറ വരുമ്പോൾ ഇവൻ ചെയ്തു വെച്ചതിൻ്റെ എല്ലാ പരിണിത ഫലം അവർ കിടന്ന് കറങ്ങും. ആ സമൂഹത്തിലെ, ദേശത്തിലെ ഏറ്റവും ശാപം പിടിച്ച ഫാമിലി എന്ന പേര് അവർ കേൾക്കാനിടയാകും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പരിപാടികൾ ഏറ്റവും അനുഗ്രഹമായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണം. അത് നിന്റെ തലമുറയ്ക്കുള്ളൊരു വിടുതലാണ്. അബ്രഹാമിന്റെ ചെറിയ ഒരു ദൈവത്തിന് മാനം കൊടുക്കുക, ദൈവം പറഞ്ഞ് അനുസരിക്കാതെ ഒരു കുറുംപ്രാവിനെ, ഹല്ലേലൂയ സ്തോത്രം, യാഗം കഴിപ്പിക്കേണ്ടതിന് വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് 400 വർഷം ദൈവം എന്ന് പറഞ്ഞു 400 സംവത്സരം നിന്റെ സന്തതി അടിമത്ത മുഖത്തിലായിരിക്കും. ചെറിയ ഒരു സംഭവം, ചെറിയൊരു കേസ്. ഹല്ലേലൂയ. ദൈവത്തിന് കോപം വന്നു. അതുവരെ അബ്രഹാം ചെയ്തതൊക്കെ ബ്ലെസ്സിങ്, ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷെ ചെറിയൊരു വിഷയം പെട്ടെന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതാണ് ഈ 400 സംവത്സരം കിടന്നത്. പക്ഷെ 400ാമത്തെ വർഷമായപ്പോൾ ദൈവം ഓർത്തു, ദൈവം വിളി കേട്ടു, ദൈവം കടാക്ഷിച്ചു, അവരുടെ കെട്ടുപൊട്ടി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നോക്കണം, യാക്കോബിന്റെ ലൈഫില് പ്രൈസ് ദി ലോർഡ് തൻ്റെ മൂത്ത ഭാര്യയെ റിജക്റ്റ് ചെയ്തു. പ്രൈസ്, 2 ഭാര്യമാർ, 2 പേർക്കും തലമുറയില്ല. ഒരു പ്രത്യേക സംഭവം, ഒരു റെവലേഷൻ ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഒരു ഭാര്യയും ഭർത്താവിനും തലമുറ ഉണ്ടാകുന്നത് ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകണം. അതേസമയം ഒരു ഭർത്താവിനോട് ഹൃദയം കൊണ്ട് വലിയ താല്പര്യവും ഇഷ്ടവും ഒരു അത്രത്തോളം താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് തലമുറ ഉണ്ടാകില്ല. ഒരു ഭാര്യയോട് ഭർത്താവിന് അത്രത്തോളം ഹൃദയം കൊണ്ട് താല്പര്യമില്ലെങ്കിൽ അവർക്ക് തലമുറ ഉണ്ടാകത്തില്ല. ദൈവം അത് ചെയ്യത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പൂർണ്ണ ഹൃദയം, 2 പേർക്കും പൂർണ്ണമായ സ്നേഹം ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോൾ ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ചാലും നിങ്ങളുടെ അകത്ത് കയ്പോ വിരോധമോ ഇഷ്ടക്കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തടസ്സമായി കിടക്കുകയാണ്. ഇന്ന് പകൽ അത് കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. ആ ശാപങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ. ഏതെങ്കിലും മേഖലകളിൽ ആ കെട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിന്. തലമുറകൾ വെളിപ്പെട്ട് വരുന്നതിന് തടസ്സമായി പരസ്പരമുള്ള ബന്ധങ്ങൾക്ക് അകത്ത് കിടക്കുന്ന കയ്പിന്റെ വേരുകൾ ഇന്ന് പകൽ അത് അഴിഞ്ഞു മാറിയിട്ട് ഒരു ഡെലിവറൻസ് സംഭവിച്ച് ഗർഭഫലങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സീസൺ 2023 തലമുറകൾ വെളിപ്പെട്ട് വരട്ടെ. തലമുറ ഇല്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടായി വരാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവം ചിലത് തുറക്കാൻ പോകുന്നു. ദൈവം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ലേയ അനിഷ്ട എന്ന് ആര് കണ്ടു? ഭർത്താവ് കണ്ടോ? ഭർത്താവ് അറിഞ്ഞതേ ഇല്ല. പുള്ളിക്ക് അത് അറിയേണ്ട കാര്യമില്ല. പുള്ളി എപ്പോഴും കൃഷി, ആടിൻ്റെ കരച്ചിലും കേട്ടുകൊണ്ട് നടക്കുമ്പോൾ ഭാര്യ ഇവിടെ കരഞ്ഞാലെന്ത്, നിലവിളിച്ചാലെന്ത്, ഒരു വിഷയമല്ല. ഹല്ലേലൂയ. പുള്ളിക്ക് അത് മൈൻഡ്. കാരണം ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ, ഭർത്താവിനെ വെറുത്ത് കഴിഞ്ഞാൽ അവരുടെ കണ്ണുനീരും വേദനയൊന്നും കാണാൻ അവർക്ക് ഒരു ഇത് കാണത്തില്ല. അതുകൊണ്ട് യാക്കോബ് ഇതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ലേയയുടെ കണ്ണുനീര് ദൈവം കണ്ടു. ഹല്ലേലൂയ. യഹോവ ആ ലേയെ ഓർത്തു. ഏറ്റവും ആദ്യം ഓർത്തത് റാഹേലിനെ അല്ല, ആ ഭർത്താവിന് ഇഷ്ടമുള്ള ഭാര്യ അല്ല ദൈവം ഓർത്തത്. ഭർത്താവ് റിജക്റ്റ് ചെയ്ത ഭാര്യയെ ദൈവം ഓർത്തു. ഹല്ലേലൂയ.
ഓർത്തപ്പോ ദൈവം തുറന്നു. പറഞ്ഞാട്ടെ, ദൈവം തുറന്നു. ദൈവമാണ് ഗർഭപാത്രം തുറക്കുന്നത്. ദൈവമാണ് എല്ലാം തുറക്കുന്നത്, അടയ്ക്കുന്നത്, തുറക്കുന്നത് എല്ലാം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ മകളെ ഓർത്ത് തുറന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു. എന്താണ് എല്ലാം പറഞ്ഞു? എന്റെ യഹോവ എന്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എന്റെ ഭർത്താവ്. ഇപ്പോൾ എന്താണ്? എന്റെ ഭർത്താവ്. ഇതാണ് വിഷയം. യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടം തോന്നും. അത് വന്നതുകൊണ്ട് ദൈവത്തിന് വലിയ പ്രസാദം തോന്നിയില്ല. ഇതാണ് എന്റെ. ആ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിന് താല്പര്യം തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. യഹോവ എന്റെ ഭർത്താവ് അതുകൊണ്ട് എന്നെ സ്നേഹിക്കും. ആദ്യത്തെ മകന് ഉണ്ടായപ്പോൾ ലേയ പറഞ്ഞതാണ്, യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറഞ്ഞു എന്റെ ഭർത്താവ്, എന്റെ പ്രാർത്ഥന. പറഞ്ഞാട്ടെ, ഇതൊന്നും അല്ല ദൈവത്തിന്, ഇതെല്ലാം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം. എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ കൈവച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പ്രവചിച്ചപ്പോൾ, അതല്ല നമ്മുടെ മഹത്വം. നമ്മൾ മഹത്വം എടുക്കരുത്. ഞാൻ കൊടുത്തു, ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞു. ഈ സ്വന്തമായി മഹത്വം നമ്മൾ എടുക്കരുത്. ദൈവത്തിന് അത് അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല. രണ്ടാമത് വായിച്ചു. എന്റെ ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവനെ സ്നേഹിച്ചോ? ഇല്ല. ആദ്യജാതൻ, ആദ്യത്തെ മകനാ ഉണ്ടായത്. പക്ഷെ ഭർത്താവ് സ്നേഹിച്ചോ? വായിച്ചോ? അവന് രൂപേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടത് കൊണ്ട്. ആദ്യം കണ്ടു എന്ന് പറഞ്ഞു. എന്താണ്? ആദ്യം കണ്ടു. രണ്ടാമത് പുള്ളിക്കാരി പറഞ്ഞു കേട്ടു. ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. അപ്പൊ കണ്ടുമില്ല കേട്ടുമില്ല, രണ്ട് മക്കളുണ്ടായിട്ടു. പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ ഭർത്താവ് ദൈവം എന്നെ കണ്ടു. രണ്ടാമത് പറഞ്ഞു ഇനി ദൈവം എന്നെ കേട്ടു. ഭർത്താവിനെ കാണാനും കേൾക്കാനും സമയം അപ്പോഴും ഉണ്ടായില്ല. വായിച്ചു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. ഇതാണ് പ്രശ്നം. ഈ ഭർത്താവ് ഈ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനത്ത് ഈ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? അതാണ് ശാപം. ഉൽപ്പത്തി, ഞാൻ കേസ് ബ്രേക്ക് എടുത്തപ്പോൾ എന്ത് പറഞ്ഞു? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം ശപിച്ച ശാപമാണ്. സ്ത്രീയോട് പറഞ്ഞു നിന്റെ ആഗ്രഹം ആരോടാവും? നിന്റെ ആഗ്രഹം. അത് ശാപമാണ്. ദൈവം പറഞ്ഞ, യഹോവ പറഞ്ഞാണ് എന്ത് ചെയ്തു? നിന്റെ ആഗ്രഹം ആരോടാവും? ഭർത്താവിനോടാവും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു നിന്നെ അവൻ ഭരിക്കും. അതുവരെ ഭരണമില്ലായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോഴാണ് ഭരണവും തുടങ്ങി. അല്ലേ? ആകെ വിഷയമായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഏദൻ തോട്ടത്തിനകത്ത് വെച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ കേഴ്സാണ് സ്ത്രീയെ നോക്കി പറഞ്ഞത്. ആ സ്ത്രീയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചു വെച്ചു. പുരുഷനെ ആദ്യം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു ഈ ഭൂമിയിലുള്ള സകലത്തിനെ അടക്കി വാഴണം. എല്ലാത്തിനും ഇണകളെ കൊടുത്തു. ഈ പുരുഷന് മാത്രം ഇണ കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു തുണയെ കൊടുത്തില്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞു പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആരാ പറഞ്ഞത്? ദൈവം പറഞ്ഞു. എന്നിട്ട് ഈ ദൈവം എന്ത് ചെയ്തു? ഈ പുരുഷൻ ഏകനായിരിക്കും നന്നല്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ഉണ്ടാക്കുന്നതിന് മുമ്പ് ലോകത്തിന് ആദ്യത്തെ അനസ്തേഷ്യ ആർക്ക് കൊടുത്തു? ആദാമിന് കൊടുത്തു. നല്ല സുഖകരമായ ഉറക്കമായിരുന്നു. നന്നായിട്ട് ആദാം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്നു പനങ്കല പോലത്തെ ഒരു തലമുടിയായിട്ടൊക്കെ ഒരു സ്ത്രീ നിൽക്കുന്ന. ഹായ് ഹവ്വ, വാവ് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴതിൽ നിന്നാണ് ഹവ്വ എന്നുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. മലയാളിയാണെന്നാണ് ചിലർ പറയുന്നത്. ഹവ്വ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി ആയിരിക്കും ആദാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പല ഭാഷക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദാം എൻ്റെ ഭാഷക്കാരാണെന്നൊക്കെ. ഹല്ലേലൂയ. അന്ന് കണ്ട് ഞെട്ടി പറഞ്ഞു ഇവൾ എൻ്റെ അസ്ഥിക്കും അസ്ഥിയും മാംസത്തിന് മാംസവും എന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുസ്തിയായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ആകപ്പാടെ വിഷയങ്ങൾ. അപ്പോ ഒരു ദിവസം ആയപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ സ്നേഹം അവരെ കണ്ടു. ഭയങ്കര ഒരു സന്തോഷവും
ഒരാവേശം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിനകത്തിരിക്കാൻ പറ്റാത്ത പരവേശം എടുത്ത് ആര് ചാടി വെളിയിൽ? ആദാം വെളിയിൽ ചാടി. ഞാൻ പോകുന്നു, ഇവിടെ ഇരുന്ന എന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ തലയ്ക്ക് അടിച്ചു കൊല്ലും. ഞാൻ ഓടി രക്ഷപ്പെട്ട് വെളിയിൽ പോയി. ഈ വെളിയിൽ പോയതാണ് വിഷയം. രാവിലെ പോവും. ആദാം വരുന്നത് 9 മണിക്ക് വരുവുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ജോലിയൊക്കെ തീരും. പക്ഷെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം വാവ് എന്ന് പറഞ്ഞ ആ രൂപത്തെ കാണാൻ ഇപ്പൊ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഈ ആവേശം, കല്യാണത്തിന് മുമ്പ് ആവേശപരമായി പിന്നെ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. പിന്നെ കല്യാണം നടത്തുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരു കരിക്കിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഞാൻ മനസ്സിൽ പറയുന്നത് അവസാനത്തെ കുടിയും, ഇത് അവസാനത്തെ. ഇനി എലിവേഷം കൊടുക്കാതിരുന്നാൽ മതി. ഇനി ഇവൻ എന്തെല്ലാം കൊടുക്കും. ഇനി പാത്രമൊക്കെ ഏറി കൂടെ പറന്ന് പോകുന്നു, പാത്രം എടുത്ത് തലയിലടിക്കുന്നു, ചെലവത്തടിയെടുത്ത് അടിക്കുന്നു. ഇന്ന് ഈ സ്റ്റേജ് വെച്ച് കാണുന്ന ഇതൊക്കെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരുവനും ഇതുപോലെ സന്തോഷമായി ഈ സ്റ്റേജിൽ കല്യാണ നാളിൽ അതിന് മുമ്പുള്ള ഈ ആവേശം പിന്നെ ആ ലാസ്റ്റ് ആഫ്റ്റർ മാരേജ് വരെ ഉണ്ടാകണം, അന്ത്യം വരെ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ 8 മണിക്കൂറൊക്കെ ആദ്യ കല്യാണത്തിന് 8 മണിക്കൂറായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് വൈഫിന്. പക്ഷേ പിന്നീടായപ്പോൾ സംസാരിക്കാൻ ഒന്നുമില്ലാതായി. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവേശം നല്ലതല്ല. യഥാർത്ഥ ആവേശം കാണിക്കേണ്ടത് ആഫ്റ്റർ മാരേജ്, ലൈഫ് ലോങ് ആ ഒരു സന്തോഷവും സ്നേഹവും ഒരിത്. അതാണ് മനുഷ്യരും നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രൈസ്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കാണാൻ പറ്റത്തില്ല. വിവാഹത്തിന് മുമ്പ് ആൾക്കാർ കാണിക്കുന്നതെല്ലാം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് സ്വഭാവങ്ങളാണ്. നല്ല ചിരി, നല്ല ഇടപെടൽ, നല്ല വർത്തമാനം, നല്ല റെസ്പെക്റ്റ്, നല്ല ഡ്രസ്സിങ്. ഇപ്പം കാണുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി എന്ന് പറയും, ഈ പ്രിയപ്പെട്ട ഈ സഹോദരിയെ കഴിഞ്ഞ വർഷങ്ങളായി നാളുകളായി നമ്മുടെ സഭയ്ക്കകത്ത് നല്ല വിശ്വാസിയാണ്, നല്ല അനുസരണമാണ്, നല്ല ദൈവഭയമാണ്, പിന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അച്ചടക്കമുള്ള നല്ലൊരു ഫാമിലിയാണ് പ്രിയപ്പെട്ട ഈ പെൺകുട്ടി എന്ന് പിന്നെ ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഭാഷ പറയുന്നു, ചെറുക്കൻ്റെ ഭാഗത്തു നിന്ന് ഭാഷ പറയുന്നു. വെരി ഗുഡ്, നല്ലൊരു പയ്യനാണ്, ബെസ്റ്റാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഒറിജിനാലിറ്റി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, വേറെ ഒരു കല്യാണം നെടുമങ്ങാട് ഒരു പയ്യൻ്റെയും കല്യാണമുണ്ട്. ഞാൻ കയറി. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഭാഷ പറഞ്ഞു, നല്ല പെൺകുട്ടിയാണ്, നല്ല പയ്യനാണെന്ന് രണ്ടുപേരും പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കർത്താവിനോട് രണ്ടും വൻ വിടുതലാകാൻ പോവുകയാണ്. രണ്ടെണ്ണവും ഗുണപ്പെട്ട പാർട്ടികളല്ല. ഞാൻ പറഞ്ഞു, അപ്പനറിയാം ഇവരെ, അപ്പനറിയാം, അമ്മയ്ക്കറിയാം ഇവരെ, പാസ്റ്ററിനറിയാം, നാട്ടുകാർക്കറിയാം, കൂട്ടുകാർക്കറിയാം. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാത്ത ചിലതുണ്ട്. അതറിയാനാണ് കല്യാണം. മനസ്സിലായോ? ആർക്കും അറിഞ്ഞുകൂടാത്ത ചില സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ട്. അത് അപ്പന് അറിഞ്ഞുകൂടാ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, സഹോദരങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അവർക്കറിയാമെങ്കിൽ അവരെല്ലാം അടിക്കും. അതുകൊണ്ട് ആർക്കും അറിഞ്ഞുകൂടാത്ത ചില സ്വഭാവങ്ങൾ ഒരു വ്യക്തിക്കുണ്ട്. അത് കാണാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് വിവാഹം. അതിനകത്ത് കയറുമ്പോൾ ഇത് കാണുമ്പോൾ ഓടിക്കളയരുത്, പേടിച്ചു. അവിടെ നിൽക്കണം, നിന്ന് ഫൈറ്റ് ചെയ്ത് നിത്യതയിൽ കയറണം. അതിനാണ് വിവാഹം. വിവാഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒറിജിനാലിറ്റി കാണാം. അയ്യോ പ്രൈസ് ദി ലോർഡ്, അപ്പനെ അമ്മയെ വിളിച്ചിട്ട് നമ്മൾ കരുതുന്ന പോലെ അല്ല, ഓടിക്കോ എന്ന് പറയുന്ന ഒരു സംഭവമല്ല. അതിനകത്ത് നിന്ന് നമ്മൾ പണിയപ്പെട്ട് നിത്യതയിൽ കയറും. ഹല്ലേലൂയ. അപ്പൊ ഏദൻ തോട്ടത്തിനകത്ത് വെച്ച് ദൈവം പറഞ്ഞു, ഈ ഫലം തിന്നരുത്. ആദാം ഓടി രക്ഷപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കായ ഹവ്വയെ വെളിയിൽ നിന്നുകൊണ്ട് ഒരു ഒരു വലിയൊരു ശബ്ദം. വെളി നോക്കിയപ്പോൾ ഒരു സർപ്പം ഇതാ വരുന്നു. എവളും അകത്ത് നിന്നുകൊണ്ട് ശൂ നാക്കി. അങ്ങോട്ട് അവർ രണ്ടും കണക്ഷനായി. അവർ രണ്ടും കൂടെ സംസാരിച്ച് പറഞ്ഞു, ഈ ആദാമിന് വിവരമൊന്നുമില്ല. ഞാൻ പറയുന്ന നീ കേക്ക്, ഈ ഫലം നീ തിന്ന്, നിനക്ക് വിവരമുണ്ടാവും. അന്ന് കേട്ടതാണ് ഹവ്വ. പ്രൈസ് ദി ലോർഡ്. ഫലം പകുതി തിന്നപ്പം ഹവ്വയ്ക്ക് ഭയങ്കര ബുദ്ധി, കുരുട്ട് ബുദ്ധി. ഈ ആദാമും ദൈവവും വരുമ്പോൾ എല്ലാവരും കൂടെ എന്നെ ശപിച്ചു കൊല്ലും. അതുകൊണ്ട് ദൈവം എന്തായാലും വൈകുന്നേരം വരുമ്പോൾ ഞാൻ തിന്നതിൻ്റെ പാതി ഭർത്താവിന് കൊടുത്ത് ഭർത്താവിനെ ശാപയോഗ്യനാക്കി മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ ആദാം വന്ന ഉടനെ പറഞ്ഞു, ഞാൻ ദൈവം പറഞ്ഞിട്ട്
കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം ഞാൻ തിന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞു, പിന്നെ ആദാം പറഞ്ഞു, എന്തിനാ നീ തിന്നത്? എന്തിനാണിത്? ഭയങ്കര ദേഷ്യം വന്നപ്പോ അവ ഒരൊറ്റ കരച്ചിൽ. ഈ കരച്ചിലെന്ന് പറഞ്ഞാൽ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനായതുകൊണ്ട് കരഞ്ഞതും കുഴഞ്ഞുപോയി. അവ ഒരൊറ്റ നിലവിളി, ഒരൊറ്റ കരച്ചിലും. അപ്പൊ തന്നെ ആരാണ്? ആദാം കുഴഞ്ഞങ്ങ് വീണു. ഞാൻ പറഞ്ഞില്ല, ഏത് മനുഷ്യനെയും വീഴ്ത്താൻ പറ്റുന്ന ഒരായുധമാണ് കണ്ണുനീര്, സ്ത്രീയുടെ. പിന്നെ ഒരു ചിരി. ഹല്ലേലൂയ. നല്ല രീതിയിൽ ചിരിക്കാത്ത, അത് ഈ പിന്നെ ഒരിക്കലും ചിരിക്കാത്ത ഒരാൾ നരസിംഹറാവു. ലോകത്തൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാത്തവൻ. ഐശ്വര്യറായി വന്നപ്പം 42 പല്ലും കാണിച്ചിരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഇതാരാ, എന്താ ഇവിടെ വിഷയം? അപ്പോൾ പറഞ്ഞു, നീ തന്ന സ്ത്രീ. ആദാം പറഞ്ഞ വാക്കെന്താണ്? നീ തന്ന സ്ത്രീ. ആരെ ആരോപിച്ചു? ദൈവത്തിനെ കുറ്റം പറയുക. നീ തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാരോപണം. ഒന്ന് സ്ത്രീയും വഞ്ചിച്ചു, ദൈവവും മിണ്ടാതെ ഞാൻ ഒറ്റയ്ക്ക് സന്തോഷമായി ജീവിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ലായിരുന്നു വിവാഹം കഴിക്കുന്നത്. പക്ഷേ എന്നെ തട്ടി ഉണർത്തി വിവാഹം കഴിപ്പിച്ചത് നീയാണ് തന്നത് ഈ സ്ത്രീ. നീ തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു. ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളെ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കരുത്. അന്ന് തുടങ്ങിയതാണ് മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ സമ്മതിക്കില്ല. ഒരു മനുഷ്യനും, ആണായാലും പെണ്ണായാലും, അവരാരും ഒരു തെറ്റ് ചെയ്താൽ സമ്മതിക്കത്തില്ല. അവര് പറയും, അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, ഇവര് മറ്റുള്ളവരുടെ മേല് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതിവിടെ നിർത്തണം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന ദൈവം അങ്ങനെയാണോ? നമ്മുടെ സകല തെറ്റുകുറ്റങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ സകല തെറ്റുകുറ്റങ്ങളും കുറവുകളും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്രീജു ചെയ്തത്, ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇരിക്കുന്ന ഞാനും നീയും ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറവുകളും സകലതും ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാനാ തെറ്റ് ചെയ്തതെന്ന് തന്നെത്താൻ സമ്മതിച്ച് കിടക്കുന്ന ക്രൂശിൽ കിടന്ന യേശുവിനെ ആരാധിക്കുന്നവനാണ് നീയെങ്കിൽ ഇന്ന് പകല് നീ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളെ, നിന്റെ ലൈഫിലെ വീഴ്ചകളെ നീ മറ്റുള്ളവരുടെ മുകളിൽ കെട്ടി ആരോപിക്കാതെ, ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ, നിന്റെ തെറ്റുകുറ്റങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വീണുപോയി, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നവനാണ് ദൈവം. അവനെയാണ് അനുഗ്രഹിക്കുന്നത്. അതിനുള്ള ചങ്കൂറ്റം വേണം. അതിനുള്ളതായ ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. നമ്മൾ വീണ് പോയാൽ, തകർന്നു പോയാൽ, തെറ്റിപ്പോയാൽ നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം കൊണ്ടൊന്ന് ഏൽപ്പിക്കാതെ കർത്താവിനെ ആരാധിക്കുന്നവനാണ് നീയെങ്കിൽ നീ പറയണം, ആ തെറ്റുകുറ്റങ്ങൾ, ആ പാപങ്ങൾ ഞാൻ ചെയ്തു. അതിന് ധൈര്യമുണ്ടോ? അതിനുള്ള ധൈര്യമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതാണ് വിശ്വാസിയുടെ എല്ലാവരുടെയും ക്വാളിറ്റി. ദൈവമക്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവനാൽ ശുഭം വരികയില്ല. അന്ന് മുതൽ പിശാച് അകത്തിരിക്കുന്ന സർപ്പത്തിന്റെ സന്തതി, അതാണ് പറയുന്നത്, 2 സന്തതിയുണ്ട് ഈ ലോകത്തിൽ. ഒന്ന് സർപ്പത്തിന്റെ സന്തതിയും, 2 ദൈവത്തിന്റെ സന്തതിയും. സർപ്പത്തിന്റെ സന്തതികളുടെ ഒരു സ്വഭാവം, അവര് മറ്റുള്ളവരുടെ മേല് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവം, അവര് തെറ്റ് ചെയ്തില്ലെങ്കിലും ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ഞാൻ ചെയ്തതിനോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ക്വാളിറ്റിയിലോട്ട് നമ്മൾ കയറണം. ആ ക്വാളിറ്റിക്ക് അകത്ത് കയറുമ്പോൾ നമ്മളെ നോക്കി ദൈവം പറയും, ഇതെൻ്റെ മക്കളാണ്, ഇതെൻ്റെ ജനറേഷനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അവർ അത് ചെയ്തില്ല, ഇവരത് ചെയ്തില്ല, അവരത് പറഞ്ഞില്ല, അവരെന്നെ കൊണ്ടുപോയില്ല, എനിക്ക് വേണ്ടി അത് ചെയ്തിരുന്നില്ല, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ദൈവഹിതമുള്ള കാര്യമല്ല. ഇതെല്ലാം പൈശാചികമാണ്. അതെല്ലാം സർപ്പസന്തതികളാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ മക്കൾ പറയും, തെറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. ഒരു ദൈവത്തിന്റെ പൈതൽ എന്താണ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിക്കും, നമ്മൾ അങ്ങോട്ട് ചെന്ന് സോറി ചോദിക്കും. സഹോദര സഹോദരി, എന്തെങ്കിലും വിഷമം, എന്തെങ്കിലും വേദന നിനക്ക് ഞാൻ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ദൈവമക്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അന്ന് മുതൽ ദൈവം ശപിച്ചു, സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം ഭർത്താവിനോടായി മാറും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു ശാപമാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി 3 പ്രാവശ്യം ആ സ്ത്രീ പ്രസവിച്ചപ്പോഴും അവൾ ആഗ്രഹിച്ചത് ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഇനി വായിച്ചോ 4. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പറ്റിച്ചേർന്നോ? ഇല്ല. അപ്പോഴും ആദ്യത്തത് കണ്ടു, രണ്ടാമത്തത് കേട്ടു. ആര് കേട്ടു? കാണും, ദൈവവും കാണും, ഭർത്താവ് എന്നെ കാണും, ഭർത്താവിൻ്റെ അടുക്കൽ വരും. 3ാമതും ലേവി എന്ന് പറയുന്നതിനെ പ്രസവിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറ്റിച്ചേരും. കണ്ടുമില്ല, കേട്ടുമില്ല, പറ്റിച്ചേരാൻ വന്നതുമില്ല. പിന്നെ വായിച്ചു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 അത് എത്രാമത്തെ തലമുറയാണ്? 4. ഈ 4ാമത്തെ തലമുറ വന്നപ്പോഴാണ് പുള്ളിക്കാരിക്ക് ബോധം. ഹല്ലേലൂയ. അതുവരെ പുള്ളിക്കാരി ആഗ്രഹിച്ചത് ആര് പറ്റിച്ചേരാൻ? ഭർത്താവ്. ആര് കാണണം? ഞാൻ നല്ല സാരി എടുത്തുകൊണ്ട് വന്നു, എൻ്റെ ഭർത്താവ് മാത്രം ഒന്നും പറഞ്ഞില്ല, നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് കണ്ടില്ല, ഭർത്താവ് കേട്ടില്ല, ഭർത്താവ് അത് ചെയ്തില്ല, അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുക. പക്ഷേ ആ സ്ത്രീക്ക് അവസാനം ബോധം വന്നു. അവൾ പറഞ്ഞു, ഭർത്താവ് കണ്ടാൽ എന്ത്, കണ്ടില്ലെങ്കിൽ എന്ത്, എന്നെ കാണുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്ത്രീക്ക് അപ്പം കിട്ടിയൊരു വെളിപ്പാടാണ് ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും കിട്ടേണ്ടത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ യഹോവയെ സ്തുതിക്കും. എന്റെ ലൈഫിന് വിടുതല കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് പകൽ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറയുന്ന ഒരു ജനറേഷൻ. ആ വെളിപ്പാടുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ കരങ്ങളെ അടിച്ച് നിന്റെ ലൈഫില് പറ്റിച്ചേരുന്നത് ഭർത്താവല്ല, ലോകത്തൊരു മനുഷ്യനുമല്ല. ഇന്ന് പകൽ നിന്റെ കൂടെ പറ്റിച്ചേരാൻ, നിന്നെ കാണേണ്ടവൻ, നിന്നെ കേൾക്കേണ്ടവൻ, നിന്റെ കൂടെ പറ്റിച്ചേരേണ്ടവൻ മനുഷ്യരല്ല, യഹോവയായ ദൈവം. ഓ ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. എന്ന പകല് മനുഷ്യൻ പറ്റിച്ചേർന്നാൽ അവസാനം ആസിഡ് ഒഴിച്ച് അവരെ പറഞ്ഞു വിടേണ്ടി വരും. നമുക്ക് പണിയാ. മനുഷ്യൻ പറ്റിച്ചേരാതിരിക്കുന്നത് നല്ലത്, മനുഷ്യൻ കാണാത്തത് നല്ലത്, മനുഷ്യൻ കേൾക്കാത്തത് നല്ലത്. മനുഷ്യന്റെ കേൾവിക്കും കാണലിനും പറ്റിച്ചേരലിനും വേണ്ടി നീ നടന്നാൽ അവസാനം വലിയ കുഴിക്കകത്ത് ചെന്ന് വീഴും. എന്നാൽ ഇന്ന് പകല് ഒരു മനുഷ്യനായി വിശ്വാസിയായ ദൈവമക്കളായ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ലേയെ പോലെ വെളിപ്പാട് കിട്ടണം നിനക്ക്, സുബോധം വരണം നിനക്ക്. നീ ലോകത്തോട് പറ്റിച്ചേർന്ന് സുഖിച്ച് സന്തോഷിച്ച് തിന്ന് പൊളച്ച് നടന്നാൽ അവസാനം ദൈവം വരുമ്പോൾ വേറെ ആണുങ്ങൾ പറ്റിച്ചേരും ദൈവത്തിന്റെ കൂടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഓടി നടക്കുന്നവന്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഒരു കാര്യം, അന്ത്യകാലഘട്ടമായിരിക്കുകയാണ്, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുകയാണ്. ഞാനും നീയും ലോകത്തിനോട് പറ്റിച്ചേർന്ന ലോകമോഹങ്ങളോടും ജഡിക സുഖങ്ങളിലും ഇങ്ങനെ ഉഴന്ന് നടക്കാൻ തുടങ്ങിയാൽ ഒരു നാളിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. അവന്റെ പേര് ചൊല്ലി വിളിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്റെ പേര് വരണമെങ്കിൽ കർത്താവ് പറയുകയാണ്, നീ ദൈവത്തിനോട് പറ്റിച്ചേരണം, നീ ദൈവത്തിനെ കാണണം, നീ ദൈവത്തിനെ കേൾക്കണം. അതിനുള്ള ചെവി നിനക്ക് തുറക്കണം. തലവേദന മാറാനും മുഴ മാറാനും ക്യാൻസർ മാറാനും ജോലി കിട്ടാനും വേണ്ടി ഈ സഭയ്ക്കകത്ത് വരേണ്ടതില്ല. ഇന്ന് പകൽ നീ വരേണ്ടത് ദൈവത്തോട് പറ്റിച്ചേരാൻ, ദൈവശബ്ദം കേൾക്കാൻ, ദൈവത്തെ കാണാൻ. ആണ്ടിലൊരിക്കലും വന്ന് വിടുതൽ പ്രാപിക്കാൻ വന്നിരിക്കരുത്. ഹല്ലേലൂയ. സകല മനുഷ്യന് ലജ്ജിച്ചു പോകുന്നൊരു സമയമുണ്ട്. നീ ലജ്ജിതനായി നിൽക്കാനുള്ള സാഹചര്യം വരുത്തരുത് നീ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നെ കാണേണ്ടത് കർത്താവാ, കാണേണ്ടവൻ നിന്നെ കാണണം. ഹല്ലേലൂയ. താൽക്കാലികമായി ഈ ലോകത്തുള്ള പല കണ്ണുകളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷേ അവരൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവരൊന്നും നമ്മുടെ നിലവിളി കേട്ടിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം.
നമ്മളോട് പറ്റിച്ചേരേണ്ടത് ഇവർ ഈ ലോകത്തിലുള്ള ആരുമല്ല. ഹല്ലേലൂയ. നമ്മൾ ഇതെല്ലാം താൽക്കാലികമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെതെല്ലാം വിട്ടു മാറും. ഇതെല്ലാം നമുക്ക് ഭാരമായി മാറും. സകല മാനുഷിക ബന്ധങ്ങളും ബന്ധനങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ബന്ധങ്ങൾ നമുക്കൊരു വലിയ ഭാരമായി വേദനയായി മാറുമ്പോൾ നമ്മുടെ ലൈഫില് നിരാശയും ഭാരവും സങ്കടവും ദുഃഖവും ഇതെല്ലാം ഉണ്ടാവാൻ കാരണം നമ്മുടെ ബന്ധങ്ങളാണ്. അല്ലേ അല്ലേ? മക്കളുടെ സ്നേഹം കിട്ടുന്നില്ല. മക്കളെ വളർത്തി പോറ്റി പുലർത്തി അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ പിന്നെ അവർക്ക് അപ്പനെ വേണ്ട. അപ്പം മക്കളോടൊരു വിഷം. മക്കൾ, എൻ്റെ മോൻ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, ഒരു ദുഃഖം. ഹല്ലേലൂയ. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, ഒരു ദുഃഖം. ഭാര്യ എന്നെ കരുതുന്നില്ല, ഒരു ദുഃഖം. ഹല്ലേലൂയ. അപ്പനും അമ്മയും മറന്നു, അതൊരു ദുഃഖം. എല്ലാവർക്കും ഓരോ ദുഃഖമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ആ ദുഃഖം എല്ലാം വന്നത് മാനുഷിക ബന്ധനങ്ങളിൽ നിന്ന്. മാനുഷികമായ ബന്ധങ്ങൾ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും കരയാനേ സമയമുള്ളൂ. പക്ഷേ നീ ഇന്ന് പകല് ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു നോക്ക, നിനക്ക് ചിരിക്കാനേ സമയം വരൂ. നിനക്ക് കരയേണ്ട കാര്യം വരത്തില്ല. നിനക്ക് എന്നും ചിരിക്കേണ്ട അവസ്ഥ വരും. നീ എന്നും ചിരിച്ചുകൊണ്ടിരിക്കും, നീ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽ ദുഃഖം ഉണ്ടാക്കുന്ന ബന്ധം, ലേയയുടെ ഹൃദയത്തിലെ ആഗ്രഹം, എങ്ങനെയെങ്കിലും യാക്കോബിന്റെ സ്നേഹം എനിക്ക് വേണം, യാക്കോബ് എന്നെ സ്നേഹിക്കണം, യാക്കോബ് എന്നെ കാണണം, യാക്കോബ് എന്നെ കേൾക്കണം, യാക്കോബിന്റെ അടുക്കൽ ഇരിക്കണം, യാക്കോബ് എന്നോട് സംസാരിക്കണം. യാക്കോബിന് എപ്പോഴും മൊബൈൽ ഫോൺ നോക്കി നടപ്പാണ് ജോലി. ഇപ്പോൾ സംസാരിക്കാനും ചിരിക്കാനൊന്നും സമയമില്ല. പക്ഷേ ഒരു മൊബൈൽ ഫോണും ഇല്ലാതെ എപ്പോഴും നീ വിളിച്ചാലും മണിക്കൂറുകൾ നിന്റെ അടുക്കൽ ഇരിക്കാൻ ഒരാൾ ആഗ്രഹിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ആ ആളിനെ നീ ആകെ ഒരല്പസമയം ഇരിക്കുന്നത് ഞായറാഴ്ച ദിവസം. അതും രാവിലെ നമുക്ക് താല്പര്യം, നമുക്ക് ഇഷ്ടമുള്ളപ്പം വന്ന് ഒരു 11-12 മണിക്കൊക്കെ ജസ്റ്റ് നമ്മൾ ദൈവവും ഇപ്പോൾ നമ്മുടെ സൃഷ്ടിച്ച യഥാർത്ഥ ദൈവം നമ്മുടെ വേലക്കാരനും നമ്മൾ വന്നിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നോളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, എൻ്റെ ബോസ് ഇപ്പം വരും, എൻ്റെ ബോസ് ഇപ്പം വരും. അപ്പോൾ നമ്മളിങ്ങനെ നെഞ്ച് വിരിച്ചൊക്കെ ഇങ്ങനെ വരും. ബൈബിളും എടുക്കൂല, ഒന്നുമില്ല, മാർക്കറ്റിൽ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പകല് നിന്റെ ആറ്റിറ്റ്യൂഡെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. നീ പലപ്പോഴും കറങ്ങി തിരിഞ്ഞ് നീ പ്രാർത്ഥിക്കുന്ന പല വിഷയം, നീ കേട്ട പല ദൂതുകളും നടക്കാതെ അതെല്ലാം മുങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നിന്റെ ആറ്റിറ്റ്യൂഡിൽ ഒന്നാം സ്ഥാനം ദൈവം വരുന്നില്ല. നീ അതിരാവിലെ എഴുന്നേറ്റ് ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രവണത നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ പ്രസൻസിന് നീ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് ദൈവ സാന്നിധ്യം വേണ്ട, നമുക്ക് വേറെ ഒരുപാട് സാന്നിധ്യങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനു ദൈവ സാന്നിധ്യം? ഹല്ലേലൂയ. 6 മണിക്ക് 5 മണിക്ക് ഞങ്ങൾ നെടുമങ്ങാട് മീറ്റിംഗ് വെച്ചാൽ, കൊറോണ സമയത്ത് 8 മീറ്റിംഗ് ആയിരുന്നു. 8 മീറ്റിംഗ് പ്രസംഗിക്കുമായിരുന്നു. 20 പേര് വെച്ച് 5 മണിക്ക് തുടങ്ങും. എത്ര? 5 മണിക്ക് 10-20 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് കിടക്കുക. ഇന്നിതാ 7 മണിക്ക് ഫുള്ളായി. 7 മണിക്ക് ഇവിടെ 9 മണിക്ക് 11:30 മണിയാകുമ്പോഴേ ഫുള്ളാവും. പ്രൈസ് ദി ലോർഡ്. 7 മണിക്ക് നെടുമങ്ങാട് ഞങ്ങൾ ഓപ്പണായി. 6 മണിക്കും 5:30ക്കും 6 മണിക്കും വരെ ഞങ്ങൾ വർഷിപ്പ് തുടങ്ങിയപ്പോൾ ഡൗട്ട് അടിച്ച് ആരെങ്കിലും വരുമോ? കാരണം ഈ പോകാനും വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ 6 മണിക്കും 5 മണിക്കൊക്കെ വെച്ച് നോക്കി. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാനൊരു ദിവസം രാവിലെ ചെന്നപ്പോൾ അവിടെ 3 മണിക്കേ അമ്മച്ചിമാരും അപ്പച്ചന്മാരും വന്ന് നിൽക്കുക. ഭയങ്കര സന്തോഷമായി. അതാണ് റിവൈവൽ എന്ന് പറയുന്നത്. അവിടെ കാത്തു നിൽക്കുക തുറക്കുന്നതിന് വേണ്ടി. അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയവന്മാർ അവിടെ കിടന്ന് ഉറങ്ങുന്നു. 3 മണി വരെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് 3 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. 5:30ക്ക് ആൾ വന്നപ്പം അവന്മാരെന്ത് ചെയ്യുക? എഴുന്നേറ്റില്ല. അന്ന് അവന്മാരൊക്കെ വിടുതലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ജീവിതകാലത്ത് അവർ ഉറങ്ങൂല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്കൊരു താല്പര്യമുണ്ടോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ മുതലും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവത്തിനോട് പറ്റിച്ചേരാൻ,
ദൈവ സാന്നിധ്യത്തിനകത്ത് വരാൻ ഒരു കൊതി ഉണ്ടാകണം. വേഴാമ്പലിനെ പോലെ, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ, മാൻ നീർത്തോടുകളെ കാക്ഷിക്കുന്നത് പോലെ ഇന്ന് പകൽ എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിനോട് പറ്റിച്ചേരണം, ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കണം, ദൈവശബ്ദം കേൾക്കണം. എനിക്ക് ആരംഭത്തിൽ ആ ഡോറ്, ചർച്ചിന്റെ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ആ ഡോറിൽ മുട്ടിക്കൊണ്ട് ആ അകത്ത് കയറി സ്ഥാനം പിടിച്ച് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് കൊതിതീരെ ആരാധിച്ച് ദൈവ സാന്നിധ്യത്തിനകത്ത് മുങ്ങാൻ, ഹൃദയത്തിനകത്ത് നിന്റെ ഉള്ളിൽ എപ്പോഴാണ് ഒരാഗ്രഹം വരുന്നത്, അപ്പോഴാ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ പുറകെ നന്മയും കരുണയും ആയുഷ്കാലം നിന്റെ പുറകെ വരും. നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി വരാനൊരു താല്പര്യം. എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റിലാക്കാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരുപാട് വലിയ ഉന്നതന്മാര്, കളക്ടർമാര്, ഇവിടെയുള്ള മനോജ് എബ്രഹാം, കേട്ടിട്ടുണ്ടോ? മനോജ് എബ്രഹാം IG. നിങ്ങൾ അവരെയൊക്കെ കണ്ട് പഠിക്കണം. എത്രയോ കളക്ടർമാർ, എത്രയോ IG-മാർ, എത്രയോ വലിയ ഉന്നത മന്ത്രിമാര്, MLA-മാർ, MP-മാരൊക്കെ അവിടെ പാർലമെന്റ് അടുത്തൊക്കെ ചർച്ചകൾ, എൻ്റെ സുഹൃത്തുക്കൾ നടത്തുന്ന ചർച്ച, അവിടെ MP-മാരൊക്കെ ഒരു ആരാധനയ്ക്ക് വരുന്നത് അത്ര ഭയഭക്തിയോടെ വരുന്നത്. എത്ര ഉന്നതന്മാര് IG മനോജ് എബ്രഹാമൊക്കെ ആരാധനയ്ക്ക് വരുന്ന നിങ്ങൾ കാണണം. പുള്ളി IG ആയിട്ടല്ല വരുന്നത്, അവിടെ പുള്ളി ഒരു വിശ്വാസിയായിട്ടാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ഏത് പൊസിഷനാണ് നമ്മൾ അലങ്കരിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് കർത്താവിന്റെ ആ നിത്യതയ്ക്കകത്ത് കാരണമുള്ള ഡോറിന്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് നിങ്ങളുടെ ഈ ഭൂമിയുടെ പൊസിഷൻ പറഞ്ഞാൽ ദൈവം അതിനകത്ത് കയറ്റത്തില്ല. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളിന്റെ ഭാര്യയാണ്, ഇന്ന ആളിന്റെ മകനാണ്, ഇന്ന പൊസിഷനിലുള്ള ആളാണ്, ഇന്ന സ്ഥിതികളുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് വളരെ ചിരിക്കും. ദൂതന്മാരൊക്കെ ചിരിച്ചങ്ങ് തറ വീഴും. ദൈവം ചോദിക്കും, നീ ആരാ? ഞാൻ അറിയത്തില്ലേ? കൊള്ളാം, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വലിയ ബോർഡ്. ദൈവത്തിന് അറിയത്തില്ലേ? ഞാൻ ഇന്ന ആളിൻ്റെ ഭാര്യ, ഇന്ന ആളിൻ്റെ മകനാ, ഞാൻ MLA, MP, കളക്ടറാ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ചിരിച്ചങ്ങ് വീഴും. അതാണ് 2-ാം അധ്യായം സങ്കീർത്തനത്തിൽ യഹോവ ചിരിക്കുന്നു. ഇവിടെയുള്ള മണ്ടന്മാരെല്ലാം കൂടെ ചെന്ന് അവരുടെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് അങ്ങ് ചിരിച്ചങ്ങ് പോകുക. എന്നിട്ട് അവസാനം പറയണം, അവസാനമാണ് ഈ ചെന്ന് നിൽക്കുന്നതിന് ബോധം ഉണ്ടാവും, ഓ ഞാൻ ഇതിന് ഇടയ്ക്കൊന്ന് രക്ഷിക്കപ്പെട്ടായിരുന്നു. അപ്പൊ നീ ആരാ? ഞാൻ ദൈവത്തിന്റെ മകളാ. പിന്നെ കയറിക്കോ. ഇത് നേരത്തെ പറയണ്ടേ? നീ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പൊസിഷനും നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കർത്താവ് ചിരിച്ചങ്ങ് റെഡിയാകും. അവസാനം നീ പറയണം, ഞാൻ ദൈവ പൈതല, ഇതേ നിൽക്കൂ, ഇതാണ് നിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അത് നീ മുറുകെ പിടിച്ചോളണം. മറ്റുള്ളതെല്ലാം നിന്നെ നിന്ന് എടുത്തെറിയപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിനോട് ചേരാൻ താല്പര്യമുണ്ടാകണം. അതുകൊണ്ടാണ് ലേയയുടെ മകനായ ഈ 4-ാമത്തെ മകനായ യഹൂദയുടെ കുടുംബത്തിനകത്ത് നസ്രായനായ യേശു ക്രിസ്തു ജനിക്കാൻ കാരണം. മാതാവിന് വെളിപ്പാടുണ്ടായി, അമ്മയ്ക്ക് വെളിപ്പാടുണ്ടായി, അപ്പന് വെളിപ്പാടുണ്ടാകണം, അമ്മയ്ക്ക് വെളിപ്പാടുണ്ടാകണം. തലമുറകളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, അപ്പനും അമ്മയ്ക്കും ഒരു റെവലേഷൻ വേണം. ആ അപ്പനും അമ്മയും ദൈവത്തോട് ചേരണം, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കണം, ദൈവശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി, ദൈവത്തോട് പറ്റിച്ചേരുന്നവരായി, ദൈവത്തിനെ ആരാധിക്കുന്നവരായി, ദൈവം കാണുന്നവരായി നീ മാറണം. നിന്നെ 1-ാം സ്ഥാനം നീ ദൈവരാജ്യത്തിന് കൊടുക്കണം. അപ്പോഴാണ് ദൈവം പറയും, നിന്റെ കുലത്തിൽ നിന്നും ഒരു അഭിഷേകമുള്ളവൻ എഴുന്നേക്ക്, ഒരു ആത്മനിറവുള്ളവൻ എഴുന്നേക്ക്. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മ എന്നെ സ്തുതിച്ചു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നീ വില കൊടുക്കണം. നീ സ്തുതിക്കാൻ തുടങ്ങണം, നീ ആരാധിക്കാൻ തുടങ്ങണം, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നീ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നത് കണ്ട് നിന്റെ തലമുറ വളരണം. നീ ദൈവ സാന്നിധ്യത്തിലും ദൈവരാജ്യത്തിനും 1-ാം സ്ഥാനം കൊടുക്കുന്നത് എന്റെ ദൈവം കാണണം. ഒരു മാതാവ് കൊടുത്ത വില, ഒരു മാതാവ് കൊടുത്ത വില, അല്ലാതെ യഹൂദ കൊടുത്ത വിലയല്ല. മാതാവ് പറഞ്ഞു, ഞാൻ യഹോവയെ സ്തുതിക്കുന്നു.
അമ്മയുടെ കൊടുത്ത വിലയാണ്. അല്ല, യഹൂദ ചെയ്ത നല്ല പ്രവൃത്തിയല്ല. ആ മാതാവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഈ മകൻ ജനിച്ചപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ന് വരെ അവൾ കൊടുത്ത സകല പ്രാധാന്യങ്ങളും മാറ്റിവെച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇപ്പോൾ മുതൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തെ ഞാൻ, ജീവനുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. ഇതിന്റെ പേരിന്റെ അർത്ഥമാണ് സ്തുതി. ഹല്ലേലൂയ. സ്തുതിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് നിന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹം നസറേയനായ യേശു ജനിച്ചു. ഇന്ന് മകൻ ആത്മാവിൽ ആരാധിച്ചാൽ സ്തുതിക്കുന്നവന്റെ സ്തുതിയെ ദൈവം ഇന്ന് മകൻ മാറ്റും. നിന്റെ സ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ സ്ഥിതി മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ സ്തുതിക്കാൻ തുടങ്ങണം. നീ സ്തുതിക്കാൻ തുടങ്ങണം. നീ സ്തുതിക്കാൻ തുടങ്ങണം. നീ സ്തുതിക്കുന്നവനാണെങ്കിൽ എന്റെ ദൈവം ഇന്ന് മകൻ നിന്നെ മാനിക്കും. സ്ഥിതിയെ മാറ്റാൻ പോവുക. നിന്റെ സ്ഥിതി മാറ്റുന്നത് സ്തുതിയാണ്. വായി തുറന്ന് സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം, കരമടിക്കണം. നിന്റെ ശരീരം നീ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അനങ്ങാ പാറയായി നീ ഇരിക്കരുത്, പാറക്കല്ല് പോലെ ഇരിക്കരുത്. ദൈവ സാന്നിധ്യത്തിനകത്തോന്നിരുന്ന് ഉറങ്ങരുത്, അലക്ഷ്യമായി ഇരിക്കരുത്. ഇന്ന് പകല് ദൈവത്തെ സ്തുതിക്കുന്നവനെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും. ഓ ഹല്ലേലൂയ ജീസസ്. സ്ഥിതികളെ മാറ്റുന്ന ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ അന്ത്യകാലത്ത് സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനറേഷൻ, സ്തുതിക്കുന്ന ജനറേഷൻ, ആരാധിക്കുന്ന ജനറേഷൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജനറേഷൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ജനറേഷൻ, ദൈവത്തോട് പറ്റിച്ചേരുന്ന ജനറേഷൻ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ട മോശ, ദൈവത്തിന്റെ പറ്റിച്ചേർന്ന യോശുവ, ദൈവത്തിന്റെ കാണാൻ ആഗ്രഹിച്ച ഹല്ലേലൂയ മോശ, ഇന്ന് പകൽ അവർ ഗ്ലോറി കണ്ടതുപോലെ, മഹത്വം കണ്ടതുപോലെ ഇന്ന് പകൽ ദൈവത്തെ കാണാം, ദൈവശബ്ദം കേൾപ്പാൻ, ദൈവത്തോട് പറ്റിച്ചേരാൻ താല്പര്യമുള്ളവർ ആ റെവലേഷൻ ഉണ്ടാകട്ടെ. ആ റെവലേഷൻ നിന്റെ അകത്തുണ്ടാകട്ടെ. ആ തീഷ്ണത ഉണ്ടാകട്ടെ. ഓ സ്ഥലം ഓരോ ആ ഞായറാഴ്ച ക്രിസ്ത്യാനിയാകാതെ ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലും ഓ ഫാസ്റ്റിംഗ് പ്രയറുകളിലും ദാഹത്തോടെ 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 ഒരു മാൻ നീർത്തോടിനെ കാക്ഷിക്കുന്നത് പോലെ ഓരോ നാളും ദൈവവചനം കേൾപ്പാൻ, ആരാധനകൾ പങ്കെടുക്കാൻ, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ഓടിച്ചാടി വരുന്ന, സമയം കണ്ടെത്തുന്ന, സ്തുതിക്കുന്ന ജനറേഷൻ. ഒരു സ്തുതിക്കുന്ന ജനറേഷനെ, ഒരു സ്തുതിക്കുന്ന ജനറേഷനെയാണ് ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യം. ഒരു സ്തുതിക്കുന്ന ജനറേഷനെ. ഹല്ലേലൂയ. യെസ് യെസ് ഹല്ലേലൂയ. അന്യഭാഷകൾ പറഞ്ഞ ഹല്ലേലൂയ സ്തുതിച്ചാട്ടെ. അകത്ത് അഭിഷേകമില്ലാത്തവൻ സ്തുതിക്കത്തില്ല. അകത്ത് ദൈവ സാന്നിധ്യം ഇല്ലാത്തവൻ ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. അകത്ത് മാനസാന്തരപ്പെടാത്തവൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയില്ല. ഇന്ന് പകല അകത്തെ ഹൃദയത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് ജീവനുള്ള ദൈവം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നീ സ്തുതിക്കുന്നവനായി മാറും. നിന്റെ ഹൃദയത്തിനകത്ത് അല്പമെങ്കിലും യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ സ്തുതിക്കുന്നവനെ ഉയർത്തുന്ന ദൈവം, സ്തുതിക്കുന്നവനെ മാനിക്കുന്ന ദൈവം, സ്തുതിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം, സ്തുതിക്കുന്നവന്റെ തലമുറയിൽ അഭിഷിക്തന്മാർ ജനിക്കും. അഭിഷിക്തന്മാർ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നീ നിന്റെ ഗർഭഫലം തുറക്കണമെന്നോ, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെന്നോ, നിന്റെ അടഞ്ഞ വാതിൽ തുറക്കണമെങ്കിൽ ഇന്ന് മകൾ സ്തുതിക്കുന്നവർ
സ്തുതിക്കുന്നവന് വേണ്ടി വാതിലുകൾ തുറക്കാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. നിനക്ക് ജോലിയില്ല, നിനക്കൊരു ജോലി കാണത്തില്ല, നിനക്കൊറ്റ ജോലിയുള്ള ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്നെ അന്വേഷിച്ച് വിടുതൽ വരാൻ പോവുകയാണ്, നിന്നെ അന്വേഷിച്ച് വിടുതലുകൾ വരാൻ പോവുകയാണ്, നിന്നെ അന്വേഷിച്ച് വിടുതലുകൾ വരാൻ പോവുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്നവനും നൃത്തം ചെയ്യുന്നവനും ദൈവത്തെ സ്തുതിക്കാൻ ലജ്ജയില്ലാത്തവനും ദൈവത്തെ ആരാധിക്കാൻ മടിയില്ലാത്തവനെ എന്റെ ദൈവം 2023 നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. Hallelujah, Jesus. Oh, glorious Lord, in the name of Jesus. Hallelujah. നിനക്ക് കരങ്ങളെ തന്നത് ദൈവത്തെ ആരാധിപ്പാൻ. Hallelujah. എന്ന കർത്താവ് പറയുക. ദൈവമക്കളെ, ഇത് വലിയ മെസ്സേജാണ്. ഇവിടെ നിർത്തുകയാണ്. Hallelujah. പറ്റിച്ചേരുക. ദൈവത്തിന്റെ വചനം നീ വായിക്കുക. പറ്റിച്ചേർന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിനോട് പറ്റിച്ചേരാൻ ആഗ്രഹിച്ചവരൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മോശ മഹത്വം കണ്ടു, ഗ്ലോറി കണ്ടു. ദൈവത്തോട് പറ്റിച്ചേരാൻ ആഗ്രഹിച്ച ഹാനോക്ക് ദൈവസന്നിധി എടുക്കപ്പെട്ടു. ദൈവത്തെ കേട്ടതായ ഏലിയാവ് എലീശയും ഒക്കെ ഇന്റർനാഷണൽ പ്രോഫറ്റുകളായി മാറി. ഹല്ലേലൂയ. വലിയൊരു കൂട്ടം ചരിത്രം, വലിയൊരു ലിസ്റ്റ് ഉണ്ട് ദൈവത്തിന്. നമ്മൾ ആ കൂട്ടത്തിൽ കയറണം, നമ്മൾ ആ കൂട്ടത്തിൽ കയറണം. അല്ലാതെ മുടന്തുള്ള ആ ഒരു മുടന്തുള്ള ആത്മീക ജീവിതം, ആത്മീക മുടന്ത് പ്രാപിച്ചവരായി വല്ലപ്പോഴേക്കും ആണ്ടിലൊരിക്കൽ വന്ന് ജിറാഫിനെ പോലെ വെളിയിൽ നിന്ന് തല ഇങ്ങോട്ട് കിട്ടി എത്തി നോക്കിയിട്ട് പോകുന്ന, പിന്നെ എന്താ പറയുന്നത്, മഹാബലി ഉണ്ടല്ലോ, ഓണത്തിന് മാത്രം വർഷത്തിലൊരിക്കൽ വരുന്നത് ആ വിളി. പല വിളിയാ പലർക്കും. ജിറാഫിന്റെ വിളി, മഹാബലിയുടെ വിളി. പ്രൈസലോ. ആത്മീക മുടന്തകളെല്ലാം ഒന്ന് മാറി. ഈ 2022 നീ പാമ്പഴയും പോലെ എഴഞ്ഞാ ജീവിച്ചു. ഇനി 2023 കയറുമ്പോൾ കന്നുകുട്ടിയെ പോലെ തുള്ളി ചാടി സന്തോഷിച്ച് സെലിബ്രേഷൻ നിന്റെ ലൈഫിനകത്തുണ്ടാകണമെങ്കിൽ നീ ആ വിളിക്കകത്ത് കയറും. നിന്നെ വിളിച്ച വിളിക്കകത്ത് കയറും. ഹല്ലേലൂയ. നിന്നെ വിളിച്ച വിളിക്കകത്ത് കയറി മാനസാന്തരപ്പെടാൻ അല്പമെങ്കിലും മാനസാന്തരം. നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല, ഒരു മനുഷ്യനും പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ പറ്റൂ. ദൈവത്തിന് മാത്രമേ നിന്നെ വിളിച്ച് നിന്നെ അനുഗ്രഹിക്കാനും വിടുവിക്കാനും പറ്റത്തുള്ളൂ, ഒരു മനുഷ്യനും പറ്റത്തില്ല. കൊറോണ കാലത്ത് പാഷന്മാർ ഒരു ഫോൺ എടുക്കില്ല. പക്ഷേ എനിക്കൊരു തുമ്മല്, ഞാൻ പ്രാർത്ഥിച്ചോളാം സഹോദരി, ഗോഡ് ബ്ലസ് യു, അപ്പം തന്നെ വെക്കുക. ഇനി ഫോണിൽ കൂടെ എങ്ങാനും തുമ്മൽ അലർജി കയറി വന്നാലോ? ഹല്ലേലൂയ. ഡോക്ടർമാരെ ചെന്നാൽ ഡോക്ടർ പറയും എനിക്കും കൊറോണയാണ്, ഇങ്ങോട്ട് വരണ്ട. ഇനി ഇതിനേക്കാളും വലിയ സംഭവം 2023 വരുമെന്ന് ഓൾറെഡി സംഭവം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ആവുമെന്ന് നമുക്കറിയില്ല, കാരണം അതിൻ്റെ പിടിവിട്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ പിടിവള്ളി നമുക്കുള്ളൂ, ജീവനുള്ള ദൈവത്തെ. പുളിങ്കമ്പ് കയറിപ്പിടി. പണ്ടുള്ള വിവരമുള്ളവർ പറയും പിടിക്കുന്നെങ്കിൽ ഒടിയാത്ത സംഭവത്തിൽ പിടിച്ചോളണം. ഹല്ലേലൂയ. ചാഞ്ഞ് ഒടിയാൻ നിൽക്കുന്നതിലൊക്കെ കയറി ചാഞ്ഞാൽ അതും ചായും നമ്മളും ചായും, നമ്മൾ എല്ലാം ചെന്നങ്ങ് വീഴും. അതിനേക്കാളും ഒരിക്കലും ഒടിയാത്ത, ഒരിക്കലും നിന്നെ ചതിക്കാത്ത ഒരു കൊമ്പിലങ്ങ് പിടിക്കണം.